ഒരു രാത്രി മഞ്ഞിൽ മൂടിയ ഒരു നീണ്ട കാട്ടുവഴിയെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന അനവധി മരങ്ങൾ, അവയുടെ ഇടയിലൂടെ പതുക്കെ ഒഴുകുന്ന തണുത്ത കാറ്റ്, മഞ്ഞിൽ മൃദുവായി പതിയുന്ന കാൽപ്പാടുകൾ, ചുറ്റും മുഴുവൻ നിശബ്ദത. ദൂരെ ഒരിടത്ത് ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് പതുക്കെ കുലുങ്ങുന്ന ശബ്ദം മാത്രം. ആ കാട്ടിന്റെ അതിരിൽ ചെറിയ ഒരു ഗ്രാമമുണ്ടായിരുന്നു. മരത്താൽ നിർമ്മിച്ച വീടുകൾ, തണുത്ത രാത്രിയിൽ ചൂട് പകരുന്ന അടുപ്പുകൾ, അവയുടെ ചിമ്മിനികളിൽ നിന്ന് പതുക്കെ ഉയരുന്ന പുക. രാത്രിയായാൽ ഗ്രാമത്തിലെ മുതിർന്നവർ കുട്ടികളെ വീടിനുള്ളിലേക്ക് വിളിക്കും. അവരൊരിക്കലും മറക്കാതെ പറയുന്ന ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു: സൂര്യൻ മറഞ്ഞ ശേഷം ആ കാട്ടിനകത്തൊരിക്കലും പോകാൻ പാടില്ല. കാരണം ആ കാടിനെക്കുറിച്ച് നാട്ടുകാർ പതുക്കെ പറയുന്ന ഒരു കഥയുണ്ടായിരുന്നു. ഒരു വിചിത്രമായ കഥ. ചില യാത്രക്കാർ പറയുന്നത് മരങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഒരു വീട് കാണാമെന്നാണ്. പക്ഷേ അതൊരു സാധാരണ വീടല്ല. നീണ്ട കോഴിക്കാലുകളിലായി നിൽക്കുന്ന ഒരു വീട്. നിശബ്ദമായ കാട്ടിനകത്ത് കാട്ടില്ലാത്ത സമയത്തും പതുക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീട്. ആ വീട്ടിൻ്റെ ജനാലകൾ ചിലപ്പോൾ ഇരുണ്ടിരിക്കും, ചിലപ്പോൾ അവയുടെ ഉള്ളിൽ ഒരു മങ്ങിയ വെളിച്ചം തെളിയും. ആ വീട്ടിനുള്ളിൽ താമസിക്കുന്നവൾ ഒരു പഴയ സ്ത്രീ, കാലം പോലും മറന്നുപോയ ഒരു വയോധിക. ചിലർ പറയുന്നു അവൾ ഒരു മന്ത്രവാദിനിയാണെന്ന്, ചിലർ പറയുന്നു അവൾ കാടിൻ്റെ കാവൽക്കാരിയാണെന്ന്, മറ്റു ചിലർ അവൾ മനുഷ്യരെ പരീക്ഷിക്കുന്ന ഒരു പഴയ ആത്മാവാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അവളുടെ പേര് ഒരേ ഒന്നാണ്: ബാബ യാഗ. ആ പേരിന്നും ചില ഗ്രാമങ്ങളിൽ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു പഴയ കഥ പോലെ, ഒരു മുന്നറിയിപ്പ് പോലെ. പക്ഷേ ആ കഥ എങ്ങനെ ആരംഭിച്ചു? ആ കാട്ടിൻ്റെ ഇരുളിൽ അവൾ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? ആ വിചിത്രമായ വീട് ആദ്യമായി ആരാണ് കണ്ടത്? അതറിയാൻ നമുക്ക് വളരെ പഴയ ഒരു രാത്രിയിലേക്ക് തിരിച്ചു പോകണം. മഞ്ഞു പതുക്കെ വീഴുന്ന, കാറ്റും മരങ്ങളും മാത്രം സംസാരിച്ചിരുന്ന ആ മറന്നുപോയ കാലത്തിലേക്ക്. അവിടെ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. ആ പുരാതനമായ ഗ്രാമത്തിന് ചുറ്റും മരങ്ങൾ ഒരു വലിയ മതില് പോലെയാണ് നിന്നിരുന്നത്. ആകാശത്തിൻ്റെ നീലിമയെ മറയ്ക്കുന്ന വിധത്തിൽ പടർന്നു പന്തലിച്ച പൈൻ മരങ്ങൾ. വേനൽക്കാലത്ത് പോലും ആ മരങ്ങൾക്കിടയിൽ ഇരുട്ടുണ്ടാകും. ശൈത്യകാലം വന്നാൽ പിന്നെ പറയേണ്ടതില്ല. വെളുത്ത മഞ്ഞും മരച്ചില്ലകളിൽ കട്ട പിടിച്ചു കിടക്കും. രാത്രിയിൽ നിലാവിൻ്റെ വെളിച്ചം ആ മഞ്ഞിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ കാട് മുഴുവൻ ഒരു വിചിത്രമായ നീല നിറത്തിൽ തിളങ്ങുന്നതായി തോന്നും. ആ വെളിച്ചം മനോഹരമാണ്, എന്നാൽ ഗ്രാമവാസികൾക്ക് അത് ഭയത്തിൻ്റെ നിറമായിരുന്നു. ഗ്രാമത്തിലെ വീടുകളെല്ലാം തന്നെ തടികൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. ഓരോ വീടിനും കട്ടിയുള്ള വാതിലുകളും ചെറിയ ജനാലകളുമുണ്ടായിരുന്നു. പകൽ സമയങ്ങളിൽ ഗ്രാമം സജീവമായിരിക്കും. വിറക് വെട്ടുന്നവരും വേട്ടയാടാൻ പോകുന്നവരും കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നവരും എല്ലാം ചേർന്ന് ആ പ്രദേശം ശബ്ദമുഖരിതമാക്കും. പക്ഷേ സൂര്യൻ പടിഞ്ഞാറൻ മലനിരകൾക്ക് പിന്നിലേക്ക് മറയാൻ തുടങ്ങുന്നതോടെ ഗ്രാമത്തിൻ്റെ ഭാവം മാറും. മരങ്ങളുടെ നിഴലുകൾ നീണ്ടു നീണ്ടുവന്ന് ഗ്രാമത്തിലെ തെരുവുകളെ മൂടും. ആ നിഴലുകൾക്ക് ജീവനുള്ളതുപോലെ അവ പതുക്കെ വീടുകളുടെ ചുവരുകളിലൂടെ ഇഴഞ്ഞു കയറും. സന്ധ്യയായാൽ ഓരോ വീട്ടിലും അടുപ്പുകൾ കത്താൻ തുടങ്ങും. ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ തീയിൽ കിടന്ന് പൊട്ടിത്തെറിക്കുന്ന ശബ്ദം ഓരോ മുറിയിലും കേൾക്കാം. ആ തീനാളങ്ങളുടെ വെളിച്ചത്തിൽ ഗ്രാമവാസികൾ അത്താഴം കഴിക്കും. ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ആ വലിയ അടുപ്പിന് ചുറ്റും വന്നിരിക്കും. പുറത്ത് തണുപ്പ് കൂടിക്കൂടി വരികയായിരിക്കും. കാറ്റ് മരങ്ങൾക്കിടയിലൂടെ ചൂളം വിളിച്ച് കടന്നു പോകുമ്പോൾ വീടിൻ്റെ മരച്ചുവരുകൾ പതുക്കെ കരയുന്നതുപോലെ ശബ്ദമുണ്ടാക്കും. ഇന്ന് കാറ്റിന് ശക്തി കൂടുതലാണ്. ഗ്രാമത്തിലെ ഒരു കാരണവർ പതുക്കെ മന്ത്രിക്കും. തൻ്റെ തടികൊണ്ട് കൊത്തിയെടുത്ത പുകക്കുഴൽ പതുക്കെ വലിച്ചുകൊണ്ട് അദ്ദേഹം ജനാലയ്ക്ക് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കും. ആ ഗ്രാമത്തിലൊരു നിയമമുണ്ടായിരുന്നു: സൂര്യൻ അസ്തമിച്ചാൽ ആരും വനത്തിൻ്റെ അതിര് കടക്കരുത്. വനം തുടങ്ങുന്നിടത്ത് ഗ്രാമവാസികൾ കല്ലുകൾ കൊണ്ടൊരു അടയാളം വെച്ചിട്ടുണ്ട്. ആ കല്ലുകൾക്കപ്പുറമുള്ള ലോകം തങ്ങളുടേതല്ലെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. മരങ്ങൾക്കിടയിൽ വസിക്കുന്ന അജ്ഞാതമായ ശക്തികൾക്ക് രാത്രിയാണ് ശക്തി കൂടുന്നത്. കാട്ടിൻ്റെ അഗാധത്തിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ അതൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ പോലെ തോന്നും, മറ്റു ചിലപ്പോൾ ഒരു പഴയ സ്ത്രീയുടെ ചിരി പോലെയും തോന്നും. പക്ഷെ കാറ്റാണെന്ന് കരുതി എല്ലാവരും സമാധാനിക്കാൻ ശ്രമിക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കറിയാമായിരുന്നു ആ മരങ്ങൾക്കിടയിൽ ആരോ ഒരാൾ അവരെ നിരീക്ഷിക്കുന്നുണ്ടെന്ന്. കുട്ടികൾക്ക് ഈ കാടൊരു അത്ഭുതമായിരുന്നു. അവർ പകൽ സമയങ്ങളിൽ കാടിൻ്റെ അതിരിൽ പോയി നിൽക്കും. ഉള്ളിലേക്ക് നീണ്ടുകിടക്കുന്ന മഞ്ഞുമൂടിയ വഴികൾ അവരെ ആകർഷിക്കും. പക്ഷേ ഗ്രാമത്തിലെ മുത്തശ്ശിമാർ അവരോട് പറയും: ആ വഴികളിലേക്ക് നോക്കരുത്. ആ വഴി അവസാനിക്കുന്നതൊരു വിചിത്രമായ വീടിന് മുന്നിലാണ്. ആ വീട്ടിന് തിരിയാൻ കണ്ണുകളുണ്ട്, നടക്കാൻ കാലുകളുണ്ട്. അതിനുള്ളിൽ കാത്തിരിക്കുന്നത്
കാലത്തേക്കാൾ പഴയ ഒരു സ്ത്രീയാണ്. കുട്ടികൾ ആ പേര് കേൾക്കുമ്പോൾ പരസ്പരം നോക്കും. ബാബായാഗ. അത് കേവലം ഒരു പേര് മാത്രമല്ലായിരുന്നു, അതൊരു മുന്നറിയിപ്പായിരുന്നു. പ്രകൃതിയുടെ തന്നെ ഒരു ഭയാനകമായ വശത്തെയാണ് ആ പേര് പ്രതിനിധീകരിച്ചിരുന്നത്. മനുഷ്യരുടെ നിയമങ്ങൾ ബാധകമല്ലാത്ത, ദയയില്ലാത്ത, എന്നാൽ ബുദ്ധിമതിയായ ഒരു ശക്തി. ആരെങ്കിലും ആ കാട്ടിനകത്ത് വഴിതെറ്റിയെത്തിയാൽ അവർ പിന്നെ ഒരിക്കലും തിരിച്ചു വരാറില്ല. അവരുടെ കഥകൾ മഞ്ഞിൽ അലിഞ്ഞുപോകും. രാത്രിയുടെ നിശബ്ദതയിൽ ഗ്രാമത്തിലെ ഓരോ വീട്ടിൻ്റെയും മുറ്റത്ത് മഞ്ഞു വീഴുന്ന ശബ്ദം പോലും വ്യക്തമായി കേൾക്കാം. ചാരനിറത്തിലുള്ള പുക ചിമ്മിനികളിലൂടെ വായുവിലേക്ക് ഉയർന്നു പൊങ്ങും. ആ പുക ഗ്രാമത്തിന് മുകളിൽ ഒരു പുതപ്പ് പോലെ കിടക്കും. കാട്ടിലെ ദുരാത്മാക്കളിൽ നിന്ന് തങ്ങളെ സംരക്ഷിക്കാൻ ആ പുകയ്ക്ക് കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. ചില രാത്രികളിൽ ഗ്രാമത്തിലെ നായ്ക്കൾ ഒന്നടങ്കം കാട്ടിനു നേരെ തിരിഞ്ഞു ഓരിയാറുണ്ട്. അത് കേൾക്കുമ്പോൾ മുതിർന്നവർ വിളക്കുകൾ അണച്ച് പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടും. കാട്ടിനുള്ളിൽ വരുന്നത് സാധാരണക്കാരായ ചെന്നായ്ക്കളല്ലെന്ന് അവർക്ക് മനസ്സിലാകും. മരങ്ങൾക്കിടയിലൂടെ ഒരു ഭീമൻ മരലരൽ പോലെ എന്തോ ഒന്ന് നീങ്ങുന്ന ശബ്ദം കേൾക്കാം. വലിയ ചിറകുകൾ അണങ്ങുന്നതുപോലെയോ അല്ലെങ്കിൽ വളരെ ഭാരമുള്ള എന്തോ ഒന്ന് മഞ്ഞിലൂടെ വലിച്ചിഴയ്ക്കുന്നത് പോലെയുള്ള ശബ്ദം. അന്നു രാത്രിയും ഗ്രാമം ശാന്തമായിരുന്നു. എന്നാൽ ആ ശാന്തതയിൽ ഒരു വല്ലാത്ത ഭാരമുണ്ടായിരുന്നു. കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വീശുന്ന കാട്ടിന് പഴയ ഇലകളുടെയും നനഞ്ഞ മണ്ണിൻ്റെയും കാട്ടുപൂക്കളുടെയും ഗന്ധമായിരുന്നു. ആ കാറ്റ് ഗ്രാമത്തിലെ ഇടനാഴികളിലൂടെ സഞ്ചരിച്ചു. ഓരോ വീട്ടിൻ്റെയും വാതിലിൽ അത് തട്ടിവിളിച്ചു. പക്ഷേ ആരും വാതിൽ തുറന്നില്ല. കാട്ടിൻ്റെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ആ വലിയ മരം കണ്ടോ? അതിൻ്റെ കൊമ്പുകൾ ആകാശത്തെ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്നു. ആ മരത്തിന് പിന്നിലായി മരങ്ങൾക്കിടയിൽ ഒരു പുതിയ നിഴൽ രൂപപ്പെട്ടിരിക്കുന്നു. ഒരു നിഴൽ മാത്രം. അത് അനങ്ങുന്നില്ല. പക്ഷേ അത് അവിടെയുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ അവിടെ അങ്ങനെയൊന്നുണ്ടായിരുന്നില്ല. കാട് ഓരോ ദിവസവും ഗ്രാമത്തിലേക്ക് അല്പം കൂടി അടുക്കുകയാണോ എന്ന് തോന്നിപ്പോകും. മഞ്ഞു പെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. വനത്തിൻ്റെ അതിരിലെ ആ കല്ലടയാളങ്ങൾ മഞ്ഞിൽ മൂടിപ്പോയിരിക്കുന്നു. ഇനി വഴി വേർതിരിച്ചറിയാൻ പ്രയാസമാണ്. ഗ്രാമത്തിൻ്റെ സുരക്ഷിതത്വവും കാട്ടിൻ്റെ നിഗൂഢതയും തമ്മിലുള്ള ആ ചെറിയ അതിർവരമ്പ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു. കാട്ടിനുള്ളിൽ എവിടെയോ ഒരു മൂങ്ങ കരഞ്ഞു. അതിൻ്റെ ശബ്ദം മലനിരകളിൽ തട്ടി പ്രതിഫലിച്ചു. ആ ശബ്ദത്തിനു പിന്നാലെ വളരെ നേർത്ത ഒരു ശബ്ദം കൂടി കേട്ടു. മഞ്ഞിലൂടെ ഒരാൾ നടന്നുവരുന്നത് പോലെയുള്ള ശബ്ദം. വളരെ സാവധാനം, ഒരു താളത്തിൽ. ഗ്രാമത്തിലെ ഒരു ചെറിയ കുട്ടി ഒരു വീട്ടിൻ്റെ ജനാലയ്ക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഉറക്കം വരാതെ പുറത്തെ മഞ്ഞു വീഴുന്നത് നോക്കി നിന്നതായിരുന്നു അവൻ. ദൂരെ കാട്ടിനുള്ളിൽ എന്തോ ഒന്ന് മിന്നുന്നത് അവൻ കണ്ടു. ഒരു ചെറിയ വെളിച്ചം. അതൊരു നക്ഷത്രമല്ല, ഒരു തീപ്പന്തവുമല്ല. അതൊരു പച്ച നിറത്തിലുള്ള തിളക്കമായിരുന്നു. ആ വെളിച്ചം പതുക്കെ മരങ്ങൾക്കിടയിലൂടെ നീങ്ങുകയാണ്. അവൻ കണ്ണു ചിമ്മാതെ നോക്കി നിന്നു. ആ വെളിച്ചം കാട്ടിൻ്റെ ഇരുളിലേക്ക് സാവധാനം മറഞ്ഞു. അവനൊരു ദീർഘശ്വാസം വിട്ടു. തണുത്ത കാറ്റ് ജനാലയുടെ വിടവിലൂടെ ഉള്ളിലേക്ക് അരിച്ചു കയറി. അവൻ തൻ്റെ പുതപ്പ് ശരീരത്തോട് കൂടുതൽ ചേർത്ത് പിടിച്ചു. കാട്ടിൻ്റെ ആഴങ്ങളിൽ മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ആ വിചിത്രമായ ലോകം ഇപ്പോൾ ഉണർന്നിരിക്കുന്നു. ഗ്രാമവാസികൾ സ്വപ്നങ്ങളിലേക്ക് ഊളിയിടുമ്പോൾ കാട് അതിൻ്റെ രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തെടുക്കുകയാണ്. ബാബായാഗയുടെ വീട് അതിൻ്റെ നീണ്ട കാലുകളിൽ എഴുന്നേറ്റ് നിന്ന് പതുക്കെ ചുറ്റും നോക്കിയിട്ടുണ്ടാകുമോ? ആ പഴയ സ്ത്രീ തൻ്റെ മരയുരലിലിരുന്ന് കാറ്റിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകുമോ? ആർക്കും അറിയില്ല. മഞ്ഞു പെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ഗ്രാമത്തിലെ അവസാനത്തെ വിളക്കുമണഞ്ഞു. ഇപ്പോൾ കാടിൻ്റെ ശ്വാസം മാത്രമാണ് ചുറ്റും കേൾക്കുന്നത്. അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ ഈ മഞ്ഞിൽ നൂതനമെന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടാകുമോ? നമുക്ക് നോക്കാം. ആ ഗ്രാമത്തിലെ ആ ചെറിയ കുട്ടിയുടെ കണ്ണുകളിൽ കണ്ട ആ വെളിച്ചം എന്തിൻ്റേതായിരുന്നുവെന്ന് വരും രാത്രികളിൽ നമുക്ക് മനസ്സിലാക്കാം. രാത്രി ഇനിയും ബാക്കിയുണ്ട്. കാട് ഇനിയും നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ വെളിച്ചം, ആ പച്ച നിറത്തിലുള്ള മിന്നായം കാടിന്റെ ആഴങ്ങളിലേക്ക് മറയുന്നത് കണ്ട ആ ചെറിയ കുട്ടി, അവന്റെ പേര് ഇവാൻ എന്നായിരുന്നു. ഗ്രാമത്തിലെ പരുക്കൻ തടികൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീടിനുള്ളിൽ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോഴും അവന്റെ മനസ്സ് ആ കാടിനുള്ളിലായിരുന്നു. ജനാലക്കൽ കണ്ട ആ കാഴ്ച അവനെ ഉറങ്ങാൻ അനുവദിച്ചില്ല. പുറത്ത് മഞ്ഞു വീഴുന്ന നിശബ്ദതയിൽ കാറ്റ് മരങ്ങളെ തലോടുന്ന ശബ്ദം കേൾക്കാം. ഇവാന്റെ കണ്ണുകൾ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു. മുറിയുടെ മൂലയിലിരുന്ന വലിയ മൺചട്ടിയിൽ നിന്ന് ചെറിയൊരു പുക ഉയരുന്നുണ്ടായിരുന്നു. ഇവാൻ ഒരു സാധാരണ കുട്ടിയായിരുന്നില്ല. മറ്റുള്ള കുട്ടികൾ കാടിനെ പേടിയോടെ നോക്കുമ്പോൾ ഇവാന്റെ കണ്ണുകളിൽ നിറഞ്ഞിരുന്നത് വലിയ കൗതുകമായിരുന്നു. അവൻ എപ്പോഴും മുതിർന്നവരുടെ സംസാരം ശ്രദ്ധിക്കും. അവർ പറയുന്ന ഓരോ വാക്കും ഒരു വലിയ ചിത്രമായി അവന്റെ മനസ്സിൽ തെളിയും. പിറ്റേന്ന് രാത്രി വീടിനുള്ളിലെ വലിയ അടുപ്പിനു ചുറ്റും എല്ലാവരും ഇരിക്കുകയായിരുന്നു. പുറത്ത് കനത്ത മഞ്ഞുവീഴ്ച തുടങ്ങിയിരിക്കുന്നു. കാറ്റ് ജനാലകളിൽ അടിക്കുമ്പോൾ
ഒരു പഴയ സംഗീതം പോലെ അത് തോന്നിപ്പിച്ചു. ഇവാന്റെ മുത്തച്ഛൻ തന്റെ കൈകൾ തീ കായുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തെ ചുളിവുകൾ ഓരോ കഥയുടെയും അടയാളങ്ങൾ പോലെ കാണപ്പെട്ടു. തീനാളങ്ങളുടെ ചുവന്ന വെളിച്ചം അദ്ദേഹത്തിന്റെ വെള്ളത്താടിയിൽ പ്രതിഫലിച്ചു. മുത്തച്ഛ, ആ വെളിച്ചം അതെന്തായിരിക്കും? ഇവാൻ പതുക്കെ ചോദിച്ചു. മുത്തച്ഛൻ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം തന്റെ പുകക്കുഴലിൽ നിന്ന് പുക പുറത്തേക്ക് വിട്ടു. ആ പുകവലയങ്ങൾ വായുവിൽ അലിഞ്ഞു പോകുന്നതും നോക്കി അദ്ദേഹം കുറച്ചുനേരം ഇരുന്നു. എന്നിട്ട് പതുക്കെ പറയാൻ തുടങ്ങി. ആ വെളിച്ചം കാണാൻ പാടില്ലായിരുന്നു മോനെ. ആ കാടൊരു കടലാണ്. നമ്മൾ കാണുന്നതിനേക്കാൾ ആഴമുള്ള ഒന്നിന്റെ മുകളിൽ നിൽക്കുന്ന പച്ചപ്പുകൾ. അവിടെ നിഴലുകൾക്ക് ജീവനുണ്ട്. അവിടെ മരങ്ങൾ പരസ്പരം സംസാരിക്കും. ഗ്രാമത്തിലെ മറ്റു മുതിർന്നവരും അവിടെ ഉണ്ടായിരുന്നു. അവർ ശബ്ദം താഴ്ത്തിയാണ് സംസാരിച്ചിരുന്നത്. അവർക്ക് ഭയമായിരുന്നു. തങ്ങളുടെ വാക്കുകൾ കാറ്റിലൂടെ വനത്തിന്റെ ഉള്ളിലേക്ക് എത്തുമോ എന്ന് അവർ ഭയപ്പെട്ടു. അവളെക്കുറിച്ചുള്ള കഥകൾ ഇനിയും നീ കേൾക്കാനിരിക്കുന്നു, മറ്റൊരു വൃദ്ധൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബാബ യാഗ. ആ പേര് പതുക്കെ മാത്രമേ ഉച്ചരിക്കാൻ പാടുള്ളൂ. അവൾ കാടിന്റെ ഹൃദയമിടിപ്പാണ്. ബാബ യാഗ. ആ പേര് ഇവാന്റെ കാതുകളിൽ വീണ്ടും മുഴങ്ങി. അവൻ ആ പേര് തന്റെ മനസ്സിൽ ഉരുവിട്ടു. മുത്തച്ഛൻ അടുപ്പിലേക്ക് ഒരു ഉണങ്ങിയ മരക്കഷ്ണം കൂടിയിട്ടു. തീ ആവേശത്തോടെ ആ മരത്തെ വിഴുങ്ങാൻ തുടങ്ങി. ആ വെളിച്ചത്തിൽ ഇവാൻ കണ്ടു ചുമരിലെ നിഴലുകൾ പെട്ടെന്ന് നീളം വെക്കുന്നത് പോലെ. ആരാണവൾ മുത്തച്ഛ? അവൾക്ക് വീടുണ്ടോ? ഇവാൻ ചോദിച്ചു. മുത്തച്ഛൻ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരു വല്ലാത്ത ഗൗരവമുണ്ടായിരുന്നു. അവളുടെ വീട് മണ്ണിലല്ല നിൽക്കുന്നത് ഇവാൻ. അത് നീണ്ട കോഴിയുടേതുപോലുള്ള കാലുകളിലാണ്. നീ കണ്ടോ ആ പച്ച വെളിച്ചം? ചിലപ്പോൾ അവൾ തന്റെ ഉരലിലിരുന്ന് ആകാശത്തൂടെ പറക്കുകയായിരിക്കും. ആ ഉരലിന്റെ തണ്ടുകൾ മഞ്ഞിൽ വീഴുമ്പോഴുണ്ടാകുന്ന മിന്നലുകളാണ് നീ കണ്ടത്. ഇവാന്റെ സങ്കല്പത്തിൽ ആ വിചിത്രമായ രൂപം തെളിഞ്ഞു വന്നു. മരങ്ങൾക്കിടയിലൂടെ പറന്നു നടക്കുന്ന ഒരു വലിയ ഉരൽ, അതിലിരിക്കുന്ന ഒരു വയോധിക, മുടി വെള്ളി പോലെ വെളുത്ത, കണ്ണുകൾ തീക്കനൽ പോലെ തിളങ്ങുന്ന ഒരു സ്ത്രീ. അവൾക്ക് 100 കണക്കിന് വർഷങ്ങളുടെ പ്രായമുണ്ടെന്ന് മുത്തച്ഛൻ പറഞ്ഞു. അവൾ മരങ്ങളുടെ ഭാഷ സംസാരിക്കും. അവൾ പക്ഷികളുടെ പാട്ട് മനസ്സിലാക്കും. ഗ്രാമത്തിലെ കുട്ടികൾ ബാബായാഗയെ ഒരു പേടി സ്വപ്നമായാണ് കണ്ടിരുന്നത്. കുസൃതി കാണിച്ചാൽ അവൾ പിടിച്ചുകൊണ്ടുപോകുമെന്ന് മാതാപിതാക്കൾ പറയുമായിരുന്നു. പക്ഷേ ഇവാന് തോന്നിയിരുന്നത് അവൾ കേവലം ഒരു പേടിപ്പെടുത്തുന്ന സ്ത്രീ അല്ല എന്നാണ്. അവൾ കാടിന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ്. അന്ന് രാത്രി മുത്തച്ഛൻ കൂടുതൽ കഥകൾ പറഞ്ഞു. കാടിന്റെ ഓരോ ഭാഗത്തും ഓരോ വിചിത്രമായ കാഴ്ചകളുണ്ടെന്ന് അദ്ദേഹം വിവരിച്ചു. മരങ്ങൾ ചിലപ്പോൾ വഴിമാറും. പണ്ട് വനത്തിൽ പോയി കാണാതായവരുടെ ആത്മാക്കൾ ഇപ്പോഴും അവിടെ അലയുന്നുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു. പക്ഷേ എല്ലാ കഥകളുടെയും അവസാനം ആ വിചിത്രമായ വീട്ടിലായിരുന്നു. നീ ആ വീടിന് മുന്നിൽ ചെന്ന് നിന്നാൽ, മുത്തച്ഛൻ തുടർന്നു, നീ പറയണം, എന്റെ നേരെ തിരിയൂ, വനത്തിന് പുറം തിരിയൂ. അപ്പോൾ ആ വീട് പതുക്കെ തിരിഞ്ഞ് നിനക്ക് മുന്നിൽ വാതിൽ തുറക്കും. പക്ഷേ അങ്ങോട്ട് പോകാൻ എല്ലാവർക്കും കഴിയില്ല. ഹൃദയത്തിൽ ശുദ്ധിയുള്ളവരോ അല്ലെങ്കിൽ മരണത്തിന് ഭയമില്ലാത്തവരോ മാത്രമേ ബാബായാഗയുടെ മുന്നിൽ ചെന്നെത്തൂ. ഇവാൻ ജനാലയ്ക്കുള്ളിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. അവിടെ മരങ്ങൾ കാട്ടിലാടുകയാണ്. അവ ചിലപ്പോൾ മനുഷ്യരെ പോലെ കൈകൾ വീശുന്നു എന്ന് അവന് തോന്നി. മഞ്ഞ് പതുക്കെ പതുക്കെ വീടുകളെ മൂടിക്കൊണ്ടിരുന്നു. ഗ്രാമത്തിലെ പുകയുയരുന്ന ചിമ്നികൾ നോക്കി ഇവാൻ ആലോചിച്ചു. ഈ ഓരോ വീടിനുള്ളിലും ആരെങ്കിലും ഒരാൾ ബാബായാഗയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകുമോ? എല്ലാവരും അവളെ ഭയപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് തനിക്കു മാത്രം അവളോടൊരു ബഹുമാനവും കൗതുകവും തോന്നുന്നത്? രാത്രി വൈകിയപ്പോൾ വീട് നിശബ്ദമായി. മുത്തച്ഛൻ തന്റെ മുറിയിലേക്ക് പോയി. ഇവാൻ മാത്രം അവിടെ തീയുടെ അരികിലിരുന്നു. ആ തീ പതുക്കെ അണഞ്ഞു തുടങ്ങി. ചുവന്ന കനലുകൾ മാത്രം അവശേഷിച്ചു. ആ കനലുകളിലേക്ക് നോക്കിയപ്പോൾ അവൾക്ക് ബാബായാഗയുടെ കണ്ണുകൾ ഓർമ്മ വന്നു. പുറത്ത് കാറ്റ് വീശുന്നത് നിലച്ചിട്ടില്ല. കാടിന്റെ മണവുള്ള ആ കാറ്റ് വീടിന്റെ വിള്ളലുകളിലൂടെ ഉള്ളിലേക്ക് കടന്നു വന്നു. അത് ഇവാന്റെ കാതുകളിൽ എന്തോ മന്ത്രിക്കുന്നതുപോലെ തോന്നി. ബാബായാഗ, ബാബായാഗ. ആ ശബ്ദം കാറ്റിൻ്റേതാണോ അതോ മറ്റാരെങ്കിലും അവനെ വിളിക്കുകയാണോ? അവൻ എഴുന്നേറ്റ് ജനാലയ്ക്കടുത്തേക്ക് പോയി. പുറത്ത് ഗ്രാമം മുഴുവൻ ഉറക്കത്തിലാണ്. വെള്ള നിറത്തിലുള്ള മഞ്ഞുപുതപ്പ് പോലെ എല്ലാത്തിനെയും മൂടിയിരിക്കുന്നു. കാടിന്റെ അറ്റത്ത് നിൽക്കുന്ന ആ മരങ്ങൾക്കിടയിൽ അവൻ വീണ്ടും നോക്കി. ഇത്തവണ പച്ച വെളിച്ചമില്ല. പക്ഷേ ദൂരെ എവിടെയോ ഒരു മരം കടപുഴഞ്ഞു വീഴുന്നതുപോലെ ഒരു വലിയ ശബ്ദം കേട്ടു. അല്ലെങ്കിൽ അത് മരങ്ങൾക്കിടയിൽ കൂറ്റൻ കാലുകൾ വെച്ച് എന്തോ ഒന്ന് നടക്കുന്ന ശബ്ദമായിരുന്നു. ഇവാൻ തന്റെ കൈപ്പത്തി ജനാലയിലെ തണുത്ത ചില്ലിൽ വെച്ചു. ആ തണുപ്പ് ഇവാന്റെ വിരലുകളിലൂടെ ശരീരത്തിലേക്ക് പടർന്നു. അവൻ ആ പഴയ കഥകൾ വീണ്ടും വീണ്ടും ആലോചിച്ചു. മുത്തച്ഛൻ പറഞ്ഞ ആ മന്ത്രം, ആ വിചിത്രമായ വീട്, ആകാശത്തൂടെ പറക്കുന്ന ഉരൽ.
ആ രാത്രി അവൻ ഉറങ്ങിയപ്പോൾ സ്വപ്നം കണ്ടത് വലിയ പൈൻ മരങ്ങളെയായിരുന്നു. അവന് മുകളിൽ ആകാശം മുഴുവൻ ബാബായാഗയുടെ മുടി പോലെ വെളുത്ത മേഘങ്ങൾ. മഞ്ഞിലൂടെ അവൻ നടക്കുകയാണ്. അവന്റെ പിന്നിൽ ഗ്രാമം അപ്രത്യക്ഷമായിരിക്കുന്നു. മുന്നിൽ കാട് വാ തുറന്നു നിൽക്കുന്നു. അവൻ നടന്നു പോകുമ്പോൾ ഓരോ മരവും അവനോട് ചോദിച്ചു, "നീ എന്തിനാണ് വരുന്നത്? നീ അവളെ പേടിക്കുന്നില്ലേ?" അവൻ മറുപടി പറഞ്ഞില്ല. അവന്റെ കാലുകൾ അവനെ കാടിനുള്ളിലേക്ക് നയിക്കുകയായിരുന്നു. അവൻ ആ വയോധികയെ കാണണം. അവൾ ആരാണെന്നറിയണം. അവളുടെ വിചിത്രമായ വീടിന്റെ ജനാലയ്ക്കുള്ളിലൂടെ നോക്കണം. പെട്ടെന്ന് അവൻ ഉണർന്നു. പുറത്ത് പ്രഭാതമായി തുടങ്ങിയിരുന്നു. മഞ്ഞിന് മുകളിൽ സൂര്യന്റെ വെളിച്ചം വീണപ്പോൾ അതൊരു സ്വപ്നഭൂമി പോലെ തോന്നി. പക്ഷേ കാടിപ്പോഴും ഇരുണ്ടിരിക്കുന്നു. അവിടെ സൂര്യപ്രകാശം കടക്കാൻ മരങ്ങൾ അനുവദിക്കുന്നില്ല. ഇവാൻ ജനാല തുറന്നു. അകത്തേക്ക് കയറിയ തണുത്ത വായുവിൽ ഒരു പുതിയ ഗന്ധമുണ്ടായിരുന്നു. അത് സാധാരണ മഞ്ഞല്ല. അത് വനത്തിന്റെ ഉള്ളിലെ പഴയ ഇലകളുടെയും ആരും കാണാത്ത കാട്ടുപൂക്കളുടെയും കരിഞ്ഞ വിറകിന്റെയും ഗന്ധമായിരുന്നു. അവൻ ആലോചിച്ചു, കാടിന്ന് അല്പം കൂടി ഗ്രാമത്തിലേക്ക് അടുത്തോ, അതോ തന്റെ മനസ്സ് കാട്ടിലേക്ക് അല്പം കൂടി അടുത്തോ? മുത്തച്ഛൻ പറഞ്ഞ കഥകൾ വെറും കഥകളല്ല എന്ന് ഇവാന് തോന്നി. അവ ജീവനുള്ള രഹസ്യങ്ങളാണ്. ബാബായാഗ അവിടെ തന്നെയുണ്ട്, മരങ്ങൾക്കിടയിൽ നിശബ്ദമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ട്. ഇവാൻ കണ്ട ആ പച്ചമിന്നായം വെറുമൊരു തോന്നലായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളായിരുന്നു പിന്നീട് ആ ആഴ്ചകളിൽ ഗ്രാമത്തിൽ നടന്നത്. ആകാശം കൂടുതൽ ഇരുണ്ടു. മഞ്ഞ് വീഴ്ചയുടെ കാഠിന്യം വർദ്ധിച്ചു. പൈൻ മരങ്ങളുടെ ചില്ലകൾ മഞ്ഞിന്റെ ഭാരത്താൽ ഭൂമിയിലേക്ക് കുനിഞ്ഞു നിന്നു. വില്ലുപോലെ വളഞ്ഞ ആ മരങ്ങൾ കാടിന്റെ ഉള്ളിലേക്ക് പോകുന്ന വഴികളെ മറച്ചുകളഞ്ഞു. ഒരു പുലർച്ചെ കാടിന്റെ അതിരിൽ വിറക് ശേഖരിക്കാൻ പോയ 3 യുവാക്കൾ പരിഭ്രമിച്ചാണ് തിരിച്ചെത്തിയത്. അവർ സാധാരണയായി പോകാറുള്ളതിനേക്കാൾ അല്പം കൂടി ഉള്ളിലേക്ക് കയറിപ്പോയിരുന്നു. ഗ്രാമത്തിന്റെ നടുമുറ്റത്ത് അവർ കിതച്ചുകൊണ്ട് നിന്നപ്പോൾ ആളുകൾ അവർക്ക് ചുറ്റും കൂടി. അവരുടെ മുഖങ്ങളിൽ ഭയം നിഴലിച്ചിരുന്നു. വസ്ത്രങ്ങളിൽ മഞ്ഞ് കട്ട പിടിച്ചു കിടക്കുന്നു. അവരുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. "ഞങ്ങളത് കണ്ടു," അവരിൽ ഒരാൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. "മഞ്ഞിൽ പതിഞ്ഞ ആ അടയാളങ്ങൾ, അവ ഒരു മൃഗത്തിൻ്റേതല്ല." ഇവാൻ ആൾക്കൂട്ടത്തിനിടയിലൂടെ നുഴഞ്ഞു കയറി മുന്നിലെത്തി. അവന്റെ മനസ്സ് ആകാംക്ഷ കൊണ്ട് തുടിച്ചു. യുവാക്കൾ വിവരിച്ചത് കേട്ട് ഗ്രാമവാസികൾ പരസ്പരം നോക്കി. അവർ കണ്ടത് കൂറ്റൻ കാൽപ്പാടുകളായിരുന്നു. ഒരു വലിയ പക്ഷിയുടേതുപോലുള്ള 3 വിരലുകളുള്ള കാൽപ്പാടുകൾ. പക്ഷേ അവയുടെ വലിപ്പം അതിശയകരമായിരുന്നു. ഓരോ പാടുകൾക്കിടയിലും വലിയ ദൂരമുണ്ടായിരുന്നു. അതായത് അത് നടന്നതല്ല, മറിച്ച് വലിയ ചുവടുകൾ വെച്ച് നീങ്ങിയതാണ്. ആ പാടുകൾ വനത്തിന്റെ ആഴങ്ങളിൽ നിന്ന് തുടങ്ങി പെട്ടെന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. കാറ്റ് വീശാത്ത ഇടങ്ങളിൽ പോലും മരങ്ങൾ ആടുന്നുണ്ടായിരുന്നു. മറ്റൊരു യുവാവ് കൂട്ടിച്ചേർത്തു, "ഞങ്ങളൊരു ശബ്ദം കേട്ടു. മരങ്ങൾ പരസ്പരം ഉരസുന്ന ശബ്ദമല്ലാതെ വലിയ അസ്ഥികൾ ഒടിയുന്നത് പോലെയുള്ളൊരു ശബ്ദം. പതുക്കെ, വളരെ പതുക്കെ എന്തോ ഒന്ന് കാട്ടിനുള്ളിൽ തിരിയുന്നത് പോലെ." ആ വാർത്ത ഗ്രാമത്തിൽ ലാവ പോലെ പടർന്നു. ഗ്രാമത്തിലെ മുതിർന്നവർ ഒത്തുകൂടി. അവർ പഴയ പുരാണങ്ങളും കഥകളും വീണ്ടും ഓർത്തെടുത്തു. ബാബായാഗയുടെ വീട് അതിന്റെ നീണ്ട കോഴിക്കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണതെന്ന് എല്ലാവരും രഹസ്യമായി വിശ്വസിച്ചു. പക്ഷെ ആരും അത് ഉറക്കെ പറയാൻ ധൈര്യപ്പെട്ടില്ല. ദിവസങ്ങൾ കടന്നുപോകുന്തോറും വിചിത്രമായ കാഴ്ചകൾ വർദ്ധിച്ചു. രാത്രിയിൽ കാടിനുള്ളിൽ നിന്ന് വെളിച്ചങ്ങൾ മിന്നിമറിയുന്നത് പതിവായി. ചിലപ്പോൾ ചുവപ്പ്, ചിലപ്പോൾ നീല, ചിലപ്പോൾ ഇവാൻ കണ്ട ആ പച്ച നിറം. ആ വെളിച്ചങ്ങൾ മരങ്ങൾക്കിടയിലൂടെ ഒരു നൃത്തം പോലെ നീങ്ങിക്കൊണ്ടിരുന്നു. കാറ്റ് വീശുമ്പോൾ കേൾക്കുന്ന ശബ്ദം ഒരു വിലാപം പോലെയോ അല്ലെങ്കിൽ ആരെങ്കിലും ദൂരത്തു നിന്ന് പാടുന്നത് പോലെയോ തോന്നിപ്പിച്ചു. ഒരു വൈകുന്നേരം ഗ്രാമത്തിലെ ഏറ്റവും പ്രായം ചെന്ന വേട്ടക്കാരൻ വനത്തിന്റെ അരികിൽ നിന്ന് തിരിച്ചെത്തിയത് തന്റെ വേട്ടപ്പട്ടികളില്ലാതെയായിരുന്നു. ആ പട്ടികൾ അത്യന്തം ഭയപ്പെട്ടിരുന്നു. അത് കാടിന്റെ ഇരുളിലേക്ക് നോക്കി അത് ദയനീയമായി ഓറിയിട്ട ശേഷം എങ്ങോട്ടോ ഓടിപ്പോയി എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണിൽ കണ്ട ആ ശൂന്യത ഗ്രാമത്തെ കൂടുതൽ ഭയപ്പെടുത്തി. "അവൾ അവിടെയുണ്ട്," അദ്ദേഹം മന്ത്രിച്ചു. "അവൾ കാടിനെ ഒരുക്കുന്നു. ആതിഥേയർ വരാൻ കാത്തിരിക്കുന്നത് അവൾ തന്റെ വീട് വൃത്തിയാക്കുന്നു. മരങ്ങൾ അവൾക്ക് വഴിമാറിക്കൊടുക്കുന്നു." ഇവാൻ ഈ ഓരോ വാക്കുകളും തന്റെ ഹൃദയത്തിൽ കുറിച്ചുവെച്ചു. അവൻ രാത്രികളിൽ വീടിന്റെ തിണ്ണയിലിരുന്ന് കാട്ടിലേക്ക് നോക്കി. തണുപ്പ് അവന്റെ അസ്ഥികളിലേക്ക് അരിച്ചു കയറുമ്പോഴും അവൻ അവിടെ തന്നെയിരുന്നു. മഞ്ഞുമൂടിയ ആ വലിയ മരങ്ങളുടെ കൂട്ടം ഇപ്പോൾ ഒരു വലിയ സൈന്യം പോലെ അവന് തോന്നി. അവ ഗ്രാമത്തെ വലയിരിക്കുകയാണ്. ഗ്രാമത്തിലെ സ്ത്രീകൾ വാതിലുകളിൽ സംരക്ഷണത്തിനായി പ്രത്യേക അടയാളങ്ങൾ വരച്ചു ചേർത്തു. ഉണങ്ങിയ ഇലകളും മുള്ളുകളും വാതിൽക്കൽ തൂക്കിയിട്ടു. കുട്ടികൾക്കവർ ചെറിയ മരക്കഷ്ണങ്ങൾ കൊണ്ടുള്ള രക്ഷകൾ നൽകി. പക്ഷെ ഇവാൻ അത് വാങ്ങിയില്ല. അവന് തോന്നി ബാബായാഗ മന്ത്രങ്ങളെ ഭയപ്പെടുന്ന ഒരാളല്ല എന്ന്. പ്രകൃതിയുടെ തന്നെ ഒരു ഭാഗമായ അവിടെ എങ്ങനെയാണ് മന്ത്രങ്ങൾ കൊണ്ട് തടയാൻ കഴിയുക? ഒരു രാത്രി ഇവാന്റെ മുത്തച്ഛൻ അവനെ അടുത്തേക്ക് വിളിച്ചു. ആ വലിയ തടിക്കസേരയിലിരുന്ന് അദ്ദേഹം തീയിലേക്ക് നോക്കുകയായിരുന്നു.
തീനാളങ്ങൾ ഇപ്പോൾ വളരെ പതുക്കെയാണ് കത്തുന്നത്. ചുവന്ന വെളിച്ചം മുറിയിൽ ആകെ നിഗൂഢമായ നിഴലുകൾ വീഴ്ത്തി. ഇവാൻ, നീ ആ മരങ്ങൾക്കിടയിൽ എന്താണ് നോക്കുന്നത്? അദ്ദേഹം ശാന്തമായി ചോദിച്ചു. ഞാൻ ആ വീടിന് തിരയുകയാണ് മുത്തശ്ശ. ഇവാൻ സത്യം പറഞ്ഞു. അത് തിരിയുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. അതെന്തിനാണ് ഇപ്പോഴും തിരിയുന്നത്? മുത്തശ്ശൻ തന്റെ കൈകൾ തീക്ക് നേരെ പിടിച്ചു. അത് കാറ്റുകളെ നോക്കുകയാണ് മോനെ. ബാബാ യാഗയ്ക്ക് ലോകത്തിന്റെ 4 വശത്തുനിന്ന് വരുന്ന വാർത്തകൾ അറിയണം. അവളുടെ വീടിന് കണ്ണുകളില്ല, പക്ഷെ അതിന്റെ ജനവലകൾക്കെല്ലാം കാണാൻ കഴിയും. കാട് അവളുടെ ഉദ്യാനമാണ്. നമ്മൾ അതിലേക്ക് അനുവാദമില്ലാതെ പ്രവേശിക്കുന്നത് അവൾക്കിഷ്ടമല്ല. പക്ഷെ ചിലർ പറയുന്നു ആ വീട് കാണാൻ കഴിയില്ല എന്ന്. ചിലർ അത് കണ്ടു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇവാൻ ചോദിച്ചു. മുത്തശ്ശൻ പതുക്കെ ഒന്ന് മൂളി. കാട് നിന്നെ കാണാൻ അനുവദിക്കുമ്പോൾ മാത്രമേ നീ അത് കാണൂ. നീ നിന്റെ കണ്ണുകൾ കൊണ്ടല്ല, നിന്റെ ആത്മാവ് കൊണ്ട് വേണം കാടിനെ കാണാൻ. ചിലർക്കത് വെറും മരങ്ങളാണ്, മറ്റു ചിലർക്കത് ബാബായാഗയുടെ കോട്ടയാണ്. മരങ്ങൾ വഴിമാറുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നീ ഉള്ളിലേക്ക് പോകുമ്പോൾ നിനക്ക് വഴി തെറ്റുന്നു. കാരണം മരങ്ങൾ നീ അറിയാതെ തന്നെ സ്ഥാനം മാറുന്നു. അവർ നിന്നെ കാടിന്റെ ഉള്ളിലേക്ക്, അവൾ നിൽക്കുന്നിടത്തേക്ക് നയിക്കുകയാണ്. അന്ന് രാത്രി ഇവാൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ തന്റെ കട്ടിലിൽ കിടന്ന് മേൽക്കൂരയിലെ തടിപ്പലകകളിലേക്ക് നോക്കി. പുറത്ത് മഞ്ഞ് വീഴുന്നതിന്റെ ശബ്ദം ഒരു പതുക്കെയുള്ള സംഗീതം പോലെ കേൾക്കാം. പെട്ടെന്ന് ദൂരെ നിന്നൊരു ശബ്ദം കേട്ടു. ടപ് ടപ് ടപ്. അതൊരു വലിയ മരക്കം പൊടിയുന്ന ശബ്ദമല്ല, അതൊരു ചുവടുവെപ്പാണ്. വളരെ ദൂരത്താണെങ്കിലും അതിന്റെ ആഘാതം മണ്ണിലൂടെ ഇവാൻ അനുഭവിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് ജനവൽക്കിൽ ചെന്നു. ആകാശം മേഘങ്ങളാൽ മൂടിക്കിടക്കുന്നു. ചന്ദ്രന്റെ വെളിച്ചം വളരെ മങ്ങിക്കാണാം. വനത്തിന്റെ അറ്റത്ത് ആ വലിയ മരങ്ങൾക്കിടയിൽ എന്തോ ഒന്ന് അനങ്ങുന്നു. അത് ഉയരമുള്ള ഒന്നാണ്. മരങ്ങളോളം തന്നെ ഉയരം. അത് സാവധാനം ചുറ്റും തിരിയുകയാണ്. ഒരു വലിയ രൂപം. ഇരുട്ടിൽ അതിന്റെ നിഴല് മാത്രം കാണാം. അത് നിലത്ത് നിൽക്കുന്നതല്ല, മറിച്ച് വായുവിൽ ഉയർന്നു നിൽക്കുന്നത് പോലെയാണ്. ഇവാൻ ശ്വാസം അടക്കി നോക്കി നിന്നു. ആ രൂപം പെട്ടെന്ന് നിശ്ചലമായി. അതിന്റെ ഒരു ജനവലത്തിലൂടെ ഒരു മഞ്ഞ വെളിച്ചം പുറത്തേക്ക് വന്നു. ആ വെളിച്ചം നേരെ ഇവാന്റെ വീടിന് നേരെയാണ് നോക്കുന്നത്. അവൻ തന്റെ ജനവലത്തിന്റെ തിരശ്ശീലയ്ക്ക് പിറകിലൊളിച്ചു. അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ആ വെളിച്ചം ഒരു വലിയ കണ്ണുപോലെയായിരുന്നു. അത് ഗ്രാമത്തെ മുഴുവനൊന്ന് നിരീക്ഷിച്ചു. എന്നിട്ട് പതുക്കെ ആ വെളിച്ചം അണഞ്ഞു. വീണ്ടും ആ ടപ്പ് എന്ന ശബ്ദം കേട്ടു. അത് കാടിന്റെ ആഴങ്ങളിലേക്ക് തിരിച്ചു പോകുകയാണ്. പിറ്റേന്ന് രാവിലെ ഗ്രാമത്തിലെ മഞ്ഞിൽ ഒരു പുതിയ കാഴ്ചയുണ്ടായിരുന്നു. കാടിന്റെ അതിരിൽ ഒരു പഴയ വിറകുവണ്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നു. ആ വണ്ടി പകുതി മണ്ണിൽ പൂണ്ടുപോയിരിക്കുന്നു. അതിലെ കുതിരകളെ കാണാനില്ല. എന്നാൽ വണ്ടിക്ക് ചുറ്റും കണ്ടത് മനുഷ്യന്റെ കാൽപ്പാടുകളല്ല, മറിച്ച് ഒരാൾ മഞ്ഞിലൂടെ എന്തോ ഒരു വലിയ പാത്രം വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നത് പോലെയുള്ള അടയാളങ്ങളാണ്. ഒരു വലിയ ചാളുപോലെ ആ അടയാളം വനത്തിനുള്ളിലേക്ക് നീണ്ടുപോയിരിക്കുന്നു. ഗ്രാമത്തിലെ ആരും അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല. അവർ ആ അടയാളങ്ങളെ പേടിയോടെ നോക്കി നിന്നു. അവർക്ക് മനസ്സിലായി, കാടിപ്പോൾ നിശബ്ദമല്ല, അത് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് മുന്നറിയിപ്പുകൾ നൽകുകയാണ്. ഇവാൻ ആ വണ്ടിക്കടുത്തേക്ക് പതുക്കെ നടന്നു. ആരും കാണാതെ അവൻ മഞ്ഞിൽ വീണുകിടന്ന ഒരു ചെറിയ വസ്തു എടുത്തു. അതൊരു പക്ഷിയുടെ തുവലായിരുന്നു. പക്ഷേ അത് സാധാരണ പക്ഷിയുടേതല്ല. അത് ഇരുമ്പ് പോലെ കട്ടിയുള്ളതും ചാരനിറത്തിൽ തിളങ്ങുന്നതുമായിരുന്നു. ആ തുവലിന് ഒരു പഴയ മണമുണ്ടായിരുന്നു, പുകയുടെയും കാട്ടുപൂക്കളുടെയും മണം. അവൻ ആ തുവൽ തന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു. അവൻ അറിയാമായിരുന്നു, ഇത് ബാബായാഗ നൽകിയ ഒരു അടയാളമാണ്. അവൾ തന്നെ വിളിക്കുകയാണോ, അതോ തന്നെ പരീക്ഷിക്കുകയാണോ? വനത്തിനുള്ളിലെ മരങ്ങളിപ്പോൾ നിശ്ചലമാണ്. പക്ഷേ ആ നിശ്ചലതയിൽ ഒരു വലിയ കൊടുങ്കാറ്റ് ഒഴിഞ്ഞിരിപ്പുണ്ട്. ഗ്രാമം ഭയത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ഇവാൻ മാത്രം കാടിന്റെ ആഴങ്ങളിലേക്ക് നോക്കി നിന്നു. അവിടെ മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ആ വിചിത്രമായ വീട് അവനെ കാത്തിരിക്കുന്നുണ്ട് എന്നവൻ ഉറപ്പിച്ചു. രാത്രിയായാൽ വീണ്ടും ആ പച്ച വെളിച്ചം വരുമോ? ആ കോഴിക്കാലുകൾ ഗ്രാമത്തിനടുത്തേക്ക് വരുമോ? മഞ്ഞ് വീണുകൊണ്ടിരുന്നു. ഗ്രാമത്തിലെ വീടുകളുടെ ചിമ്മനികളിൽ നിന്ന് പുക ഉയരുന്നത് തുടർന്നു. പക്ഷേ ആ പുകയ്ക്കും ഇപ്പോൾ ഭയത്തിന്റെ ഗന്ധമായിരുന്നു. കാടിന്റെ രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തുവരികയാണ്. ബാബായാഗ എന്ന ഐതിഹ്യം ഇപ്പോൾ വെറുമൊരു കഥയല്ല, അതൊരു സത്യമായി ഗ്രാമത്തിനു മുന്നിൽ നിൽക്കുന്നു. ഇവാൻ തന്റെ കയ്യിലിരുന്ന ആ ഇരുമ്പ് തുവലിൽ പതുക്കെ തലോടി. തണുത്ത ആ തുവൽ അവന്റെ വിരലുകളെ നോവിച്ചു. പക്ഷെ അവൻ അത് വിട്ടില്ല. അവൻ കാടിന്റെ വിളി കേൾക്കാൻ തന്റെ കാതുകൾ വട്ടം പിടിച്ചു. കാട് കാത്തിരിക്കുകയാണ്, അടുത്ത ഇരയ്ക്കായല്ല, മറിച്ച് തന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ധൈര്യമുള്ള ഒരു ആത്മാവിനായി. ആ ഇരുമ്പ് തൂവൽ ഇവാന്റെ കൈവെള്ളയിൽ അതൊരു കൽക്കരി കഷ്ണം പോലെ തണുത്തിരുന്നു. അവനത് തന്റെ കമ്പിളി വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. ആ തൂവലിന്റെ ഓരോ സ്പർശനവും അവനെ എന്തോ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു അത്. ഗ്രാമത്തിലെ ആ അസ്വസ്ഥമായ സമാധാനം അധികനാൾ നീണ്ടുനിന്നില്ല. മഞ്ഞുവീഴ്ചയുടെ കാഠിന്യം കൂടിയ ഒരു പ്രഭാതത്തിൽ
ഗ്രാമത്തിലെ ഏറ്റവും ധീരനായ വേട്ടക്കാരൻ വ്ലാഡ് എന്ന യുവാവിനെ കാണാതായി. വ്ലാഡ് സാധാരണക്കാരനായിരുന്നില്ല. ആ വനത്തിന്റെ ഓരോ മുക്കും മൂലയും അവൻ അറിയാമായിരുന്നു. വന്യമൃഗങ്ങളെ നേരിടാൻ ഭയമില്ലാത്തവൻ. കഴിഞ്ഞ ദിവസം തന്റെ പട്ടികളെ തേടി കാടിന്റെ അതിരിലേക്ക് പോയതായിരുന്നു അവൻ. സൂര്യൻ ഉദിച്ചും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വ്ലാഡ് തിരിച്ചെത്തിയില്ല. അവന്റെ വീടിന്റെ വാതിൽ പകുതി തുറന്നു കിടന്നു. അടുപ്പിലെ തീ അണഞ്ഞുപോയിരുന്നു. ഗ്രാമവാസികൾ പരിഭ്രമത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ആരുമൊന്നും സംസാരിച്ചില്ലെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ഒരേ ചിന്തയായിരുന്നു: കാടവനെ എടുത്തു കഴിഞ്ഞു. നമുക്കവനെ തിരയണം, വ്ലാഡിന്റെ സുഹൃത്തായ ഒരു യുവാവ് വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു. ആദ്യം എല്ലാവരും മടിച്ചു നിന്നു. ആ കാടിനുള്ളിലേക്ക്, പ്രത്യേകിച്ച് ഈ മഞ്ഞുകാലത്ത് പ്രവേശിക്കുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ ഗ്രാമത്തിലെ ഐക്യം അവരെ പ്രേരിപ്പിച്ചു. 10 പേരടങ്ങുന്ന ഒരു സംഘം തയ്യാറായി. അവർ കയ്യിൽ മഴുവും തീപ്പന്തങ്ങളും കട്ടിയുള്ള കയറുകളും കരുതി. ഇവാൻ ദൂരെ നിന്ന് അവരെ നോക്കി നിന്നു. അവന്റെ ഉള്ളിലൊരു വല്ലാത്ത ഭയം രൂപപ്പെട്ടു. അവൻ തന്റെ പോക്കറ്റിലെ ആ ഇരുമ്പു തൂവലിൽ അമർത്തിപ്പിടിച്ചു. ആ തൂവൽ ഇപ്പോൾ അല്പം ചൂടുള്ളതായി അവന് തോന്നി. തിരച്ചിൽ സംഘം വനത്തിന്റെ അതിരിലെ ആ കല്ലടയാളങ്ങൾ പിന്നിട്ടു. അവർ ഓരോ ചുവടും ശ്രദ്ധിച്ചാണ് വെച്ചത്. മഞ്ഞിൽ പുതഞ്ഞുകിടക്കുന്ന പൈൻ മരങ്ങളുടെ ചില്ലകൾ അവർക്ക് മുകളിലേക്ക് ആഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. കാടിനുള്ളിൽ പ്രവേശിച്ച ഉടനെ തന്നെ അവർക്കൊരു മാറ്റം അനുഭവപ്പെട്ടു. പുറം ലോകത്തെ കാറ്റിന്റെ ശബ്ദം അവിടെ കേൾക്കാനില്ല. പകരം ഒരു കനത്ത നിശബ്ദത. സ്വന്തം ശ്വാസോച്ഛ്വാസം പോലും ഭയപ്പെടുത്തുന്ന വിധത്തിൽ അവിടെ മുഴങ്ങിക്കേട്ടു. മരങ്ങൾക്കിടയിലൂടെ അവർ നടന്നു. വ്ലാഡിന്റെ കാൽപ്പാടുകൾക്കായി അവർ മഞ്ഞിൽ തിരഞ്ഞു. പക്ഷേ പുതിയതായി പെയ്ത മഞ്ഞ് എല്ലാം മായ്ച്ചു കളഞ്ഞിരുന്നു. മരങ്ങളുടെ തായ്തടികൾക്ക് അസാധാരണമായ വലിപ്പമുള്ളതുപോലെ അവർക്ക് തോന്നി. ഓരോ മരവും അവരെ തുറിച്ചു നോക്കുന്ന വിചിത്രമായ ജീവികളെപ്പോലെ നിന്നു. വ്ലാഡ്, വ്ലാഡ്, അവർ വിളിച്ചു. അവരുടെ ശബ്ദം വനത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി. പക്ഷെ പ്രതിധ്വനി തിരിച്ചു വന്നില്ല. കാട് അവരുടെ ശബ്ദത്തെ വിഴുങ്ങിക്കളഞ്ഞു. പെട്ടെന്ന് ആ സംഘത്തിലെ ഒരാൾ നിന്നു. അവൻ വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് ദൂരേക്ക് ചൂണ്ടി. അവിടെ മരങ്ങൾക്കിടയിൽ എന്താണത്? എല്ലാവരും ആ ദിശയിലേക്ക് നോക്കി. മഞ്ഞിന്റെയും മൂടൽമഞ്ഞിന്റെയും ഇടയിലൂടെ ഒരു മങ്ങിയ രൂപം കാണാമായിരുന്നു. അതൊരു വലിയ പാറയാണോ അതോ വീടാണോ എന്ന് തിരിച്ചറിയാൻ പ്രയാസം. അവർ പതുക്കെ അങ്ങോട്ട് നീങ്ങി. ഓരോ ചുവടും വയ്ക്കുമ്പോഴും മഞ്ഞിലമരുന്ന ശബ്ദം മാത്രം കേട്ടു. അവർ അടുത്തേക്ക് ചെല്ലുന്തോറും ആ രൂപം കൂടുതൽ വ്യക്തമായി വന്നു. അതൊരു പഴയ കുടിൽ പോലെ തോന്നി. മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച ഒന്ന്. പക്ഷെ അതിനൊരു വിചിത്രമായ ഭാവമുണ്ടായിരുന്നു. ആ കുടിൽ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നതായിരുന്നില്ല. പുകമഞ്ഞിനിടയിലൂടെ അവർ കണ്ടു. ആ കുടിലിന് താഴെ വലിയ നഖങ്ങളുള്ള കാലുകൾ. ഒരു ഭീമൻ പക്ഷിയുടേതുപോലുള്ള കാലുകൾ. അത് മഞ്ഞിൽ പതുക്കെ ചുവടുമാറ്റുന്നുണ്ടായിരുന്നു. സംഘത്തിലെ എല്ലാവരും ശ്വാസമടക്കി നിന്നു. അവരുടെ കയ്യിലിരുന്ന തീപ്പന്തങ്ങൾ കാറ്റില്ലാതെ തന്നെ അണയാൻ തുടങ്ങി. ഭയം അവരുടെ ശരീരത്തെ തളർത്തി. ആ വിചിത്രമായ വീട് മരങ്ങൾക്കിടയിൽ പതുക്കെ തിരിയുകയായിരുന്നു. അതിൻ്റെ ഒരു വശത്തെ ജനാലയിലൂടെ ചുവന്ന ഒരു വെളിച്ചം പുറത്തേക്ക് വന്നു. ആ വെളിച്ചം വ്ലാഡിൻ്റെ ഒരു വസ്ത്രത്തിൻ്റെ കഷ്ണം മഞ്ഞിൽ കിടക്കുന്നത് കാണിച്ചു കൊടുത്തു. അവൻ അവിടെയുണ്ട്, ആ വീടിനുള്ളിൽ, വ്ലാഡിൻ്റെ സുഹൃത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ ആവേശത്തോടെ മുന്നോട്ട് ഓടാൻ ശ്രമിച്ചു. പക്ഷേ ഗ്രാമത്തിലെ മുതിർന്ന വേട്ടക്കാരൻ അവൻ്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു. നിൽക്കൂ, നീ പോകുന്നത് മരണത്തിലേക്കാണ്. അത് സാധാരണ വീടല്ല, അത് കാടിൻ്റെ ആത്മാവാണ്. പെട്ടെന്ന് ആ കാട് മുഴുവനൊന്ന് ഉലഞ്ഞു. മരച്ചില്ലകളിൽ നിന്നും മഞ്ഞ് കൂട്ടത്തോടെ താഴെ വീണു. കാറ്റില്ലാത്ത ആ വനത്തിനുള്ളിൽ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായതുപോലെ മരങ്ങൾ ആടി. ആ വിചിത്രമായ വീട് പതുക്കെ ഉയർന്നു. അതിൻ്റെ വലിയ കാലുകൾ മഞ്ഞിൽ ആഴ്ന്നിറങ്ങി. അതൊരു വശത്തേക്ക് തിരിഞ്ഞു. എന്നിട്ട് നിശബ്ദമായി മരങ്ങൾക്കിടയിലേക്ക് നടക്കാൻ തുടങ്ങി. അത്രയും വലിയൊരു രൂപം അത്രയും നിശബ്ദമായി എങ്ങനെ നീങ്ങുന്നു എന്നത് അവരെ അത്ഭുതപ്പെടുത്തി. അവർ ആ വീടിനെ പിന്തുടരാൻ ശ്രമിച്ചു. മരങ്ങൾക്കിടയിലൂടെ അവർ ഓടി. പക്ഷെ അവർ എത്ര വേഗത്തിൽ ഓടിയിട്ടും ആ വീട് അവരിൽ നിന്ന് അകന്നു പൊക്കൊണ്ടിരുന്നു. മരങ്ങൾ അവർക്ക് മുന്നിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും വഴി തടയുകയും ചെയ്തു. വള്ളിച്ചെടികൾ അവരുടെ കാലുകളിൽ കുരുങ്ങി.
മഞ്ഞ് അവരുടെ കാഴ്ചയെ മറച്ചു. കുറച്ചു സമയത്തിന് ശേഷം അവർ ഒരു തുറസ്സുള്ള സ്ഥലത്തെത്തി. അവിടെ ആ വീടുണ്ടായിരുന്നില്ല. മരങ്ങൾക്കിടയിൽ മൂടൽമഞ്ഞ് മാത്രം ബാക്കി. വ്ലാഡിന്റെ വസ്ത്രത്തിന്റെ ആ കഷ്ണം പോലും അവിടെ കണ്ടില്ല. ചുറ്റും നോക്കിയപ്പോൾ അവർക്ക് തങ്ങൾ എവിടെയാണെന്ന് മനസ്സിലായില്ല. വന്ന വഴി അപ്രത്യക്ഷമായിരിക്കുന്നു. മരങ്ങൾ സ്ഥാനം മാറിയതുപോലെ തോന്നി. നമ്മൾ എവിടെയാണ്? ഒരാൾ ചോദിച്ചു. അവന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു. അവർക്ക് ചുറ്റുമുള്ള മരങ്ങൾ ഇപ്പോൾ വളരെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നി. കാട് അവരെ നിരീക്ഷിക്കുകയാണ്. ഓരോ ഇലയ്ക്കും ഓരോ കണ്ണുള്ളതുപോലെ തോന്നി. അവർക്ക് വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു. അത് വെറുമൊരു മഞ്ഞിന്റെ തണുപ്പല്ല, അത് മരണത്തിന്റെ തണുപ്പായിരുന്നു. അവർ മണിക്കൂറുകളോളം അലഞ്ഞു. അവസാനം തളർന്നുപോയപ്പോൾ ദൂരെ ഒരു മങ്ങിയ വെളിച്ചം കണ്ടു. അത് ഗ്രാമത്തിന്റെ വെളിച്ചമായിരുന്നു. എങ്ങനെയാണ് തങ്ങൾ അവിടെ എത്തിയത് എന്നവർക്കറിയില്ലായിരുന്നു. മരങ്ങൾ തന്നെ അവരെ ഗ്രാമത്തിലേക്ക് തിരിച്ചുവിട്ടതുപോലെ തോന്നി. പക്ഷേ വ്ലാഡ് അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. അവൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു. തിരച്ചിൽ സംഘം ഗ്രാമത്തിൽ തിരിച്ചെത്തിയപ്പോൾ അവരുടെ മുഖത്ത് ജീവനില്ലായിരുന്നു. വ്ലാഡിന്റെ തിരോധാനം ഗ്രാമത്തെ മുഴുവൻ കണ്ണുനീരിലാഴ്ത്തി. പക്ഷെ ആ കണ്ണുനീരിനേക്കാൾ കൂടുതൽ അവിടെ ഭയമായിരുന്നു. ആ വിചിത്രമായ വീടിനെക്കുറിച്ച് അവർ പറഞ്ഞ കഥകൾ കേട്ട് ഗ്രാമവാസികൾ വാതിലുകൾ കൂടുതൽ മുറുക്കിയടച്ചു. ഇവാൻ തന്റെ വീടിന്റെ ഉമ്മറത്തിരുന്നു. തിരച്ചിൽ സംഘം പറഞ്ഞ ഓരോ കാര്യവും അവൻ ശ്രദ്ധിച്ചു. അവന്റെ ഉള്ളിലൊരു നിശ്ചയദാർഢ്യം ജനിക്കുകയായിരുന്നു. വ്ലാഡിനെ ആ വീട് കൊണ്ടുപോയതാണോ അതോ വ്ലാഡ് ആ വീട് തിരഞ്ഞുപോയതാണോ? ആ ചോദ്യം അവന്റെ മനസ്സിൽ അലഞ്ഞുകൊണ്ടിരുന്നു. അന്ന് രാത്രി ഗ്രാമം മുഴുവൻ നിശബ്ദമായിരുന്നു. പക്ഷെ ആ നിശബ്ദത ഭയാനകമായിരുന്നു. മരങ്ങൾക്കിടയിൽ നിന്ന് വീണ്ടും ആ ഠപ്പ എന്ന ശബ്ദം കേൾക്കാമെന്ന് ഇവാൻ ഉറച്ചു വിശ്വസിച്ചു. അവൻ തന്റെ പോക്കറ്റിൽ നിന്ന് ആ ഇരുമ്പു തൂവൽ പുറത്തെടുത്തു. ചന്ദ്രപ്രകാശത്തിൽ അതൊരു കറുത്ത വജ്രം പോലെ തിളങ്ങി. വനത്തിനുള്ളിൽ എന്തോ ഒന്ന് മാറിയിരിക്കുന്നു. അതിപ്പോൾ വെറുമൊരു വനമല്ല, അതൊരു വലിയ ജീവിയെപ്പോലെ ശ്വസിക്കുന്നു. വ്ലാഡിന്റെ അപ്രത്യക്ഷമാകൽ ഒരു തുടക്കം മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. കാട് തങ്ങളുടെ ജീവിതത്തിലേക്ക് അതിക്രമിച്ചു കയറുകയാണ്. ജനാലയ്ക്ക് പുറത്ത് മരങ്ങൾക്കിടയിൽ ഒരു നിഴൽ കണ്ടതുപോലെ ഇവാന് തോന്നി. ഒരു വലിയ വീട് തിരിയുന്നതുപോലെയുള്ള നിഴൽ. അത് ഗ്രാമത്തെ നോക്കി നിൽക്കുകയാണ്. വ്ലാഡിനെ എടുത്തതുപോലെ മറ്റാരെയാണത് കാത്തിരിക്കുന്നത്? ഇവാൻ തന്റെ കണ്ണുകൾ അടച്ചു. അവന്റെ മനസ്സിൽ ആ വീടിന്റെ ചിത്രം തെളിഞ്ഞു വന്നു. വലിയ കോഴിക്കാലുകളിൽ നിൽക്കുന്ന പുകയുയരുന്ന ചിമ്മനിയുള്ള ആ വിചിത്രമായ വീട്, ബാബാ യാഗയുടെ വീട്. കാടിപ്പോൾ നിശബ്ദമാണ്. പക്ഷെ ആ നിശബ്ദതയിൽ ഒരു വലിയ വിളി അടങ്ങിയിരിക്കുന്നു. വ്ലാഡിനെ തേടിപ്പോയവർ കണ്ടത് വെറുമൊരു കാഴ്ചയായിരുന്നില്ല, അതൊരു ക്ഷണമായിരുന്നു. കാടിന്റെ രഹസ്യങ്ങളിലേക്ക്, ബാബാ യാഗയുടെ ലോകത്തേക്കുള്ള ഒരു ക്ഷണം. വ്ലാഡ് അപ്രത്യക്ഷമായതിനു ശേഷമുള്ള ആ രാത്രികളിൽ ഗ്രാമത്തിലെ ഓരോ വീടിന്റെയും വാതിലുകൾക്ക് പിന്നിൽ ഭയം ഒരു കരിനിഴലായി പതിരുന്നു. ഇവാൻ തന്റെ മുറിയുടെ ജനാലയ്ക്കലിരുന്ന് ആ ഇരുമ്പു തൂവലിൽ വിരലുകൾ ഓടിച്ചു. ആ തൂവൽ ഇപ്പോൾ വെറുമൊരു ലോഹക്കഷ്ണമല്ല, അത് കാടിന്റെ ഹൃദയമിടിപ്പ് പോലെ ഇവാന്റെ കൈകളിൽ തുടിക്കുന്നുണ്ടായിരുന്നു. വ്ലാഡിനെ തിരഞ്ഞുപോയവർ കണ്ട ആ വിചിത്രമായ വീട്, അതെവിടെയായിരിക്കും ഇപ്പോൾ? വനത്തിന്റെ ആഴങ്ങളിൽ അതിനിയും തിരിയുന്നുണ്ടാകുമോ? ആ ദിവസങ്ങളിൽ തന്നെയായിരുന്നു ഗ്രാമത്തിലേക്ക് ഒരു അപരിചിതൻ കടന്നു വന്നത്. ദൂരെയുള്ള ഏതോ നഗരത്തിൽ നിന്ന് വഴിതെറ്റിയെത്തിയ ഒരു സഞ്ചാരി. കട്ടിയുള്ള കമ്പിളി വസ്ത്രങ്ങളും തുകൽ ബാഗും കയ്യിലുള്ള ആ മനുഷ്യന്റെ മുഖത്ത് അസാധാരണമായൊരു വിളർച്ചയുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകളിൽ ഭയം കട്ട പിടിച്ചു കിടന്നു. ഗ്രാമത്തിലെ പൊതുവായ അടുപ്പിനരികിലിരിക്കുമ്പോൾ അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് തണുപ്പുകൊണ്ടായിരുന്നില്ല എന്നെല്ലാവർക്കും അറിയാമായിരുന്നു. അയാൾ കണ്ട കാഴ്ചകൾ വിവരിക്കാൻ തുടങ്ങിയപ്പോൾ ഗ്രാമം മുഴുവൻ നിശബ്ദമായി. ഞാൻ ആ വഴിയെ വരികയായിരുന്നു, അയാൾ പതുക്കെ പറഞ്ഞു. മഞ്ഞു മൂടിയ ആ പഴയ പാതയിലൂടെ പെട്ടെന്ന് കാറ്റ് നിന്നു. മരങ്ങൾക്കിടയിൽ നിന്നൊരു വിചിത്രമായ ശബ്ദം ഞാൻ കേട്ടു. ഘൃട്ട് ഘൃട്ട് എന്ന് മരം കടയുന്നതുപോലെയുള്ള ഒരു ശബ്ദം. മഞ്ഞിലൂടെ എന്തോ ഒന്ന് നിരങ്ങി വരുന്നതുപോലെ. ഞാനൊരു വലിയ മരത്തിന് പിന്നിൽ ഒളിച്ചു നിന്നു. അയാൾ ഒരു ദീർഘശ്വാസം വിട്ടു. തീനാളങ്ങൾ അയാളുടെ മുഖത്ത് നിഴലുകൾ വീഴ്ത്തി. ഇവാൻ ശ്വാസമടക്കി ആ മനുഷ്യന്റെ വാക്കുകൾക്കായി കാതോർത്തു. അതൊരു മരയുരലായിരുന്നു, സഞ്ചാരി തുടർന്നു. ഭീമാകാരമായ ഒരു ഉരൽ. അത് നിലത്തു തൊടാതെ മഞ്ഞിലൂടെ ഒഴുകി നടക്കുകയായിരുന്നു. അതിനുള്ളിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു സ്ത്രീ. അവൾ തന്റെ കയ്യിലുള്ള ഒരു വലിയ ഉലക്ക കൊണ്ട് വായുവിൽ തുഴയുന്നതുപോലെ ചലിപ്പിക്കുന്നു.
അവളുടെ പിന്നാലെ ഒരു വലിയ ചൂൽ മഞ്ഞിലെ അടയാളങ്ങൾ മായ്ച്ചു കളയുന്നുണ്ടായിരുന്നു. അവൾക്ക് വളരെ നീളമുള്ള മൂക്കും അസ്ഥികൾ തെറിച്ചു നിൽക്കുന്ന കൈകളുമായിരുന്നു. അവളുടെ മുടി വെള്ളി നൂലുകൾ പോലെ വായുവിൽ പറന്നു നടക്കുകയായിരുന്നു. ഗ്രാമവാസികൾ പരസ്പരം നോക്കി. മുത്തശ്ശിമാർ പറഞ്ഞ കഥകളിലെ ആ രൂപം ഇപ്പോൾ ഒരാൾ നേരിട്ട് കണ്ടിരിക്കുന്നു. ബാബായാഗ. അവൾ കേവലം ഒരു നിഴലല്ല, അവൾ ജീവനുള്ള ഒരു സത്യമാണെന്ന് അവർക്ക് ബോധ്യമായി. അവൾ ആ മരങ്ങൾക്കിടയിലൂടെ നീങ്ങിയപ്പോൾ സഞ്ചാരി വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, അവളുടെ കണ്ണുകൾ ഞാൻ കണ്ടു. അവ വെറുമൊരു കണ്ണുകളായിരുന്നില്ല, ഇരുട്ടിൽ തിളങ്ങുന്ന 2 തീക്കനലുകൾ പോലെ. അവൾക്ക് ചുറ്റും വല്ലാത്തൊരു മണമായിരുന്നു. പഴയ മരത്തോലിൻ്റെയും കരിഞ്ഞ മാംസത്തിൻ്റെയും അപരിചിതമായ കാട്ടുപൂക്കളുടെയും സങ്കരമായ ഒരു ഗന്ധം. അവൾ കടന്നുപോയപ്പോൾ മരങ്ങൾ പോലും തല കുനിച്ചു നിൽക്കുന്നതുപോലെ എനിക്ക് തോന്നി. അയാൾ തൻ്റെ വിവരണം തുടർന്നപ്പോൾ ഇവാന്റെ മനസ്സിൽ ആ വിചിത്രമായ രൂപം കൂടുതൽ വ്യക്തമായി. പക്ഷേ അത്ഭുതം അതായിരുന്നില്ല. സഞ്ചാരി പറഞ്ഞത് ആ സ്ത്രീ ഒരു വലിയ മരക്കൂട്ടത്തിനു മുന്നിലെത്തിയപ്പോൾ അവിടെ നിന്ന് ആ വിചിത്രമായ വീട് പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ആ വീട് അത് കാത്തിരിക്കുകയായിരുന്നു, അയാൾ പറഞ്ഞു. മഞ്ഞിലൂടെ നീണ്ട കോഴിക്കാലുകൾ വെച്ച് അത് നടന്നു വന്നു. അത് പതുക്കെ തിരിഞ്ഞു. ബാബായാഗ തൻ്റെ ഉരലിൽ നിന്ന് ആ വീടിൻ്റെ വാതിലിലേക്ക് പറന്നിറങ്ങി. വാതിൽ തുറന്നപ്പോൾ ഉള്ളിൽ നിന്നൊരു മഞ്ഞ വെളിച്ചം പുറത്തേക്കൊഴുകി. അതിനുശേഷം എല്ലാം നിശബ്ദമായി. ആ വീട് വീണ്ടും പതുക്കെ തിരിഞ്ഞ് മരങ്ങൾക്കിടയിൽ മറഞ്ഞു. ആ സഞ്ചാരിയുടെ വാക്കുകൾ ഗ്രാമത്തിൽ വലിയൊരു ചലനമുണ്ടാക്കി. ബാബായാഗയെ ആരെങ്കിലും നേരിട്ട് കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അവൾ ദുഷ്ടയാണോ അതോ ജ്ഞാനിയായ ഒരു കാവൽക്കാരിയാണോ എന്നാർക്കും നിശ്ചയമില്ലായിരുന്നു. പക്ഷേ ആ സഞ്ചാരിയുടെ വിവരണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി. അവൾ മനുഷ്യരുടെ ലോകത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു നിയമത്തിലാണ് ജീവിക്കുന്നത്. അന്ന് രാത്രി ഇവാൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ഇരുമ്പ് തൂവലെടുത്തു. അത് സഞ്ചാരി പറഞ്ഞ ആ ബാബായാഗയുടെ ചൂലിലെ ഒരു കഷ്ണമായിരിക്കുമോ, അതോ അവളുടെ ആ ഭീമൻ ഉരലിൽ നിന്ന് തെറിച്ചു വീണതാണോ? അവൻ ആ തൂവൽ ജനാലയ്ക്കൽ പിടിച്ചു. നിലാവിൻ്റെ വെളിച്ചത്തിൽ അതിനൊരു വിചിത്രമായ തിളക്കമുണ്ടായിരുന്നു. പെട്ടെന്ന് ദൂരെ കാട്ടിൽ നിന്നൊരു ശബ്ദം കേട്ടു. അതൊരു കരച്ചിലായിരുന്നില്ല, അതൊരു ചിരിയായിരുന്നു. അത്യന്തം ഗൗരവമുള്ള എന്നാൽ വളരെ താഴ്ന്ന സ്വരത്തിലുള്ള ഒരു ചിരി. ആ ശബ്ദം കാറ്റിലൂടെ ഗ്രാമത്തിലെത്തി. ഓരോ വീടിൻ്റെയും ചുമരുകളിൽ അത് തട്ടി നിന്നു. ആ ശബ്ദം കേട്ടപ്പോൾ ഗ്രാമത്തിലെ നായ്ക്കൾ ഓരിയിടുന്നത് നിർത്തി. അവ പേടിച്ച് വീടുകൾക്കുള്ളിലേക്ക് കയറി ഒളിച്ചു. കാടിപ്പോൾ നിശബ്ദമാണ്. പക്ഷെ ആ നിശബ്ദതയ്ക്കൊരു ഭാരമുണ്ട്. സഞ്ചാരി കണ്ടത് ബാബായാഗയുടെ ഒരു മുഖം മാത്രമാണ്. അവളുടെ ലോകം ഇനിയും നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇവാൻ തൻ്റെ പുതപ്പ് മാറ്റി എഴുന്നേറ്റു. അവൻ ജനാല തുറന്നു. തണുത്ത കാറ്റ് അവൻ്റെ മുഖത്തടിച്ചു. ആ കാറ്റിൽ ബാബായാഗയുടെ ഗന്ധമുണ്ടായിരുന്നു. സഞ്ചാരി പറഞ്ഞ ആ ഗന്ധം, പഴയ കാലത്തിൻ്റെ മണം. ദൂരെ മരങ്ങൾക്കിടയിൽ ഒരു നിഴൽ നീങ്ങുന്നത് ഇവാൻ കണ്ടു. അത് സഞ്ചാരി പറഞ്ഞ ആ മരയുരലാണോ അതോ കാറ്റിൻ്റെ വെറുമൊരു തമാശയോ? മഞ്ഞ് പതുക്കെ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ആകാശത്ത് നിന്ന് വീഴുന്ന ഓരോ മഞ്ഞുതുള്ളിയും ഇവാന് ബാബായാഗയുടെ വെള്ളിമുടി പോലെ ഇവാന് തോന്നി. അവൾ അവിടെയുണ്ട്, കാടിൻ്റെ അഗാധത്തിൽ, തൻ്റെ വിചിത്രമായ വീട്ടിൽ. ഉലക്ക കൊണ്ട് മഞ്ഞിനെ വകഞ്ഞുമാറ്റി അവൾ ആരെയോ കാത്തിരിക്കുന്നു. ഗ്രാമത്തിലെ വിളക്കുകൾ ഓരോന്നായി അണഞ്ഞു. സഞ്ചാരി തൻ്റെ ഭയത്തിൽ നിന്ന് മോചിതനാവാൻ ശ്രമിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണു. പക്ഷേ ഇവാന്റെ കണ്ണുകളിൽ ഉറക്കമില്ലായിരുന്നു. ആ വിചിത്രമായ സ്ത്രീയുടെ കണ്ണുകൾ തീക്കണൽ പോലെ തൻ്റെ ഉള്ളിലും കത്തുന്നത് അവൻ അറിഞ്ഞു. ബാബായാഗയുമായുള്ള ആദ്യത്തെ ആ പരോക്ഷമായ കൂടിക്കാഴ്ച ഗ്രാമത്തിൻ്റെ ഭാവം മാറ്റിമറിച്ചു. ഇനി കഥകൾ മാത്രമല്ല, അനുഭവങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൾ വെറുമൊരു ഐതിഹ്യമല്ല, അവൾ ഈ കാടിൻ്റെ ഉടമസ്ഥയാണ്. ആ സഞ്ചാരി രക്ഷപ്പെട്ടത് ഒരുപക്ഷെ അവളുടെ കരുണ കൊണ്ടായിരിക്കാം. പക്ഷേ എല്ലാവർക്കും ആ ഭാഗ്യമുണ്ടാകുമോ? വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും ആ ഘൃട്ട് ഘൃട്ട് എന്ന ശബ്ദം കേട്ടു. വളരെ ദൂരെയാണെങ്കിലും അത് ഇവാന്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ മഞ്ഞിൽ വീഴുന്ന ആ ഇരുമ്പ് തൂവൽ പോലെ ഒരു വലിയ സത്യം വെളിപ്പെടാൻ പോകുന്നു. ബാബായാഗ എന്ന കാവൽക്കാരിയുടെ ലോകത്തേക്ക് പ്രവേശിക്കാൻ സമയമായിരിക്കുന്നു. ആ രാത്രിയിലെ കാറ്റ് ഗ്രാമത്തിൻ്റെ ചുവരുകളിൽ ആഞ്ഞടിക്കുമ്പോൾ ഇവാൻ തൻ്റെ വിരലുകൾക്കിടയിൽ ആ ഇരുമ്പ് തൂവൽ മുറുകെ പിടിച്ചിരുന്നു. സഞ്ചാരിയുടെ വാക്കുകൾ ഗ്രാമവാസികളുടെ ഉറക്കം കെടുത്തിക്കളഞ്ഞു. കാട് വെറുമൊരു വനമല്ലെന്നും അതൊരു വലിയ ജീവിയാണെന്നും അവർക്ക് മനസ്സിലായി തുടങ്ങി.
ബാബായാഗയുടെ ആ വിചിത്രമായ ഉരലും മഞ്ഞിലൂടെ ഒഴുകി നീങ്ങുന്ന അവളുടെ ഭാവവും ഇപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഒരു വിറയലായി അവശേഷിക്കുന്നു. വനത്തിന്റെ അതിരുകൾ ഇപ്പോൾ ഗ്രാമത്തിലേക്ക് കൂടുതൽ അടുത്തു വരുന്നതായി തോന്നി. മരങ്ങൾ ഓരോ ദിവസവും ഓരോ ഇഞ്ചായി മുന്നോട്ട് നീങ്ങുകയാണോ എന്ന് ഗ്രാമവാസികൾ സംശയിച്ചു. മഞ്ഞുവീഴ്ച കുറഞ്ഞില്ല, പകരം കാറ്റിന്റെ വേഗത വർദ്ധിച്ചു. ആ കാറ്റിന് ഇപ്പോൾ ഒരു പഴയ പുസ്തകത്തിന്റെ താളുകൾ മറിയുന്നത് പോലെയുള്ള ശബ്ദമായിരുന്നു. വനത്തിന്റെ അഗാധതയിൽ ബാബായാഗ തന്റെ വിചിത്രമായ പരീക്ഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ആ ദിവസങ്ങളിൽ ഗ്രാമത്തിലെ പ്രായമായ ചിലർ വീണ്ടും വനത്തിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചു. വ്ലാഡിനെ കണ്ടെത്തുക എന്നതിനേക്കാൾ തങ്ങളുടെ ഭയത്തെ തോൽപ്പിക്കാനായിരുന്നു ആ യാത്ര. എന്നാൽ കാട് അവർക്കായി ഒരുക്കിയിരുന്നത് ഭയാനകമായ കെണികളായിരുന്നു. അവർ വനത്തിനുള്ളിലേക്ക് 5 or 6 ചുവടുകൾ വയ്ക്കുമ്പോഴേക്കും വഴി അപ്രത്യക്ഷമാകും. പിന്നിലേക്ക് നോക്കിയാൽ ഗ്രാമം കാണില്ല, പകരം തങ്ങളെ തുറിച്ചു നോക്കുന്ന പൈൻ മരങ്ങൾ മാത്രം. നമ്മൾ വന്ന വഴി ഇതാണോ? സംഘത്തിലെ ഒരാൾ പതുക്കെ ചോദിച്ചു. അവന് മറുപടി നൽകാൻ ആർക്കും കഴിഞ്ഞില്ല. കാരണം മഞ്ഞിൽ പതിഞ്ഞ അവരുടെ കാൽപ്പാടുകൾ നിമിഷങ്ങൾക്കുള്ളിൽ മാഞ്ഞുപോയിരുന്നു. കാറ്റിനൊരു മന്ത്രത്തിന്റെ താളമുണ്ടായിരുന്നു. മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ അവർക്ക് ചുറ്റും വിചിത്രമായ നിഴലുകൾ ഓടിക്കളിച്ചു. ചിലപ്പോൾ അതൊരു മൃഗത്തിൻ്റേതാണെന്ന് തോന്നും, മറ്റു ചിലപ്പോൾ ഒരു മനുഷ്യന്റെ നിഴൽ പോലെ. മരങ്ങൾ പരസ്പരം മന്ത്രിക്കുന്നത് അവർ കേട്ടു. അത് വെറുമൊരു ഇലയനക്കമായിരുന്നില്ല. വളരെ താഴ്ന്ന സ്വരത്തിൽ ആരോ തങ്ങളുടെ പേര് വിളിക്കുന്നത് പോലെ അവർക്ക് തോന്നി. ഇതൊരു പരീക്ഷണമാണ്, ഗ്രാമത്തിലെ പ്രായമായ ഒരു വേട്ടക്കാരൻ മന്ത്രിച്ചു. കാട് നമ്മുടെ ധൈര്യത്തെ അളക്കുകയാണ്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് കാടിനറിയാം, പക്ഷേ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്കറിയില്ല. പെട്ടെന്ന് അവർക്ക് മുന്നിൽ ഒരു തുറസായ സ്ഥലം തെളിഞ്ഞു വന്നു. അവിടെ മഞ്ഞു പെയ്യുന്നില്ലായിരുന്നു. ആ സ്ഥലത്തിന് നടുവിൽ വലിയ കോഴിക്കാലുകളിൽ നിൽക്കുന്ന ആ വിചിത്രമായ വീട് അവർ കണ്ടു. അത് പതുക്കെ ഒരു വശത്തേക്ക് തിരിഞ്ഞു. അതിൻ്റെ ജനാലകൾ ഇരുട്ടിലായിരുന്നു, പക്ഷേ ആ വാതിൽ പതുക്കെ ഒന്ന് തുറന്നു. അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് വെളിച്ചമായിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു തണുപ്പായിരുന്നു. സംഘത്തിലെ ഒരാൾ തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആ വീടിന് നേരെ നടന്നു. മറ്റുള്ളവർ അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും അവരുടെ കാലുകൾ മണ്ണിൽ ഉറച്ചുപോയതുപോലെ അനക്കാൻ കഴിഞ്ഞില്ല. അവൻ ആ വീടിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ വീട് പെട്ടെന്ന് ഒരു വലിയ പക്ഷിയെപ്പോലെ ചിറകടിച്ചുയർന്നു. ഒരു വലിയ ശബ്ദത്തോടെ അത് കാടിൻ്റെ ഉള്ളിലേക്ക് പറന്നുപോയി. അവൻ മണ്ണിൽ വീണു. ആ സംഘം തിരികെ ഗ്രാമത്തിലെത്തിയത് പകുതി ജീവനുമായിരുന്നു. അവർ കണ്ട കാഴ്ചകൾ വിവരിക്കാൻ വാക്കുകളില്ലായിരുന്നു. തിരിച്ചെത്തിയവർ എല്ലാവരും മാറിയിരുന്നു. അവരുടെ കണ്ണുകളിൽ ഒരു തരം ശൂന്യത നിഴലിച്ചു. ചിലർ രാത്രികളിൽ ഉറക്കത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ബാബായാഗയുടെ പേര് അവർ വിറയലോടെ ഉരുവിട്ടു. എന്നോടൊരു കടങ്കഥ ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ കാടെന്നെ എന്നേക്കുമായി വിഴുങ്ങും എന്നവൾ പറഞ്ഞു. അവൻ പിന്നീട് ഒരിക്കലും പഴയതുപോലെ ചിരിച്ചില്ല. കാടിൻ്റെ രഹസ്യങ്ങൾ കണ്ടവർക്ക് ഈ ലോകം അപരിചിതമായി തോന്നിത്തുടങ്ങി. കാട് തങ്ങളെ ഓരോരുത്തരെയും പരീക്ഷിക്കുകയാണെന്ന് ഗ്രാമവാസികൾ ഉറപ്പിച്ചു. അത് വെറുമൊരു ശാരീരികമായ പരീക്ഷണമല്ല, മറിച്ച് ആത്മാവിനെ ഉലയ്ക്കുന്ന ഒന്നായിരുന്നു. ഇവാൻ ഈ മാറ്റങ്ങളെല്ലാം നിരീക്ഷിച്ചു. അവൻ്റെ പോക്കറ്റിലിരുന്ന ആ ഇരുമ്പ് തൂവൽ ഇപ്പോൾ വല്ലാതെ ചൂടുപിടിക്കുന്നുണ്ടായിരുന്നു. കാടിൻ്റെ വിളി അവന് വ്യക്തമായി കേൾക്കാം. അത് ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നില്ല, മറിച്ച് വലിയൊരു സത്യത്തിലേക്കുള്ള ക്ഷണമായിരുന്നു. ബാബായാഗ എന്ന വയോധിക വെറുമൊരു മന്ത്രവാദിനിയല്ല. അവൾ പ്രകൃതിയുടെ കരുണയില്ലാത്ത എന്നാൽ നീതിയുള്ള ഒരു വശമാണ്. അന്ന് രാത്രി ഇവാൻ തൻ്റെ വീടിന് പുറത്തെ തിണ്ണയിലിരിക്കുകയായിരുന്നു. നിലാവ് മഞ്ഞിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ കാട് മുഴുവൻ വെള്ളി നിറത്തിൽ തിളങ്ങി. കാറ്റിൻ്റെ ശബ്ദം ഇപ്പോൾ ഒരു പഴയ താരാട്ടുപാട്ട് പോലെ തോന്നിപ്പിച്ചു. ദൂരെ മരങ്ങൾക്കിടയിൽ ആ വിചിത്രമായ വീട് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് അവൻ കണ്ടു. ഇത്തവണ അത് ഗ്രാമത്തെ ലക്ഷ്യം വെച്ച് നിൽക്കുന്നതല്ല, അത് ഇവാനെ നോക്കി പതുക്കെ തിരിയുകയാണ്. ഇവാന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. പക്ഷേ അത് ഭയം കൊണ്ടായിരുന്നില്ല. ഒരു വലിയ സാഹസത്തിന് തൻ്റെ ആത്മാവ് തയ്യാറെടുക്കുകയാണെന്ന് അവൻ അറിഞ്ഞു. ഗ്രാമവാസികൾ കാടിനെ ശത്രുവായി കണ്ടപ്പോൾ ഇവാൻ അതിനെ ഒരു വിദ്യാലയമായി കണ്ടു. ബാബായാഗ അവിടുത്തെ അധ്യാപികയും. മരങ്ങൾക്കിടയിലൂടെ വീണ്ടും ആ വിചിത്രമായ ശബ്ദം കേട്ടു. ഗ്രിട്ട് ഗ്രിട്ട്. ബാബായാഗ തൻ്റെ ഉരലിലിരുന്ന് കാടിനെ നിരീക്ഷിക്കുകയാണ്. അവൾ ആരെയാണ് തിരയുന്നത്? തൻ്റെ അടുത്ത പരീക്ഷണത്തിന് തയ്യാറുള്ള ആ ധീരനായ ആത്മാവ് ആരായിരിക്കും? ഗ്രാമത്തിലെ പുകയുയരുന്ന ചിമ്നികൾ നോക്കി ഇവാൻ ആലോചിച്ചു. എല്ലാവരും ഭയത്തിൽ ഒളിച്ചിരിക്കുമ്പോൾ
ഈ പരീക്ഷണം പൂർത്തിയാക്കാൻ ആരെങ്കിലും ഒരാൾ വനത്തിൻ്റെ ഉള്ളിലേക്ക് പോയേ തീരൂ. വ്ലാഡിനെ തിരിച്ചു കൊണ്ടുവരാനും ഗ്രാമത്തിൻ്റെ ഭയം മാറ്റാനും മറ്റാരേക്കാളും തനിക്ക് കഴിയുമെന്ന് അവന് തോന്നി. കാടിപ്പോൾ നിശബ്ദമാണ്. കാറ്റുപോലും ശ്വാസമടക്കി നിൽക്കുകയാണ്. വനത്തിനുള്ളിലെ ആ വിചിത്രമായ വീടിത സാവധാനം മരങ്ങൾക്കിടയിലേക്ക് മറയുന്നു. ഇവാന്റെ മുന്നിൽ ഒരു പുതിയ വഴി തുറക്കപ്പെടാൻ പോകുകയാണ്. ഗ്രാമത്തിലെ അവസാനത്തെ വിളക്കും അണഞ്ഞു. പക്ഷേ ഇവാന്റെ പോക്കറ്റിലുള്ള ആ ഇരുമ്പ് തൂവൽ ഒരു ചെറിയ നക്ഷത്രം പോലെ വെളിച്ചം വിതറാൻ തുടങ്ങി. അതവനെ വനത്തിൻ്റെ ഉള്ളിലേക്ക് നയിക്കുകയാണ്. രാത്രിയുടെ ആഴങ്ങളിൽ ബാബായാഗയുടെ പരീക്ഷണങ്ങൾ ഇനിയും തുടരും. ചിലർ മടങ്ങിവരും, ചിലർ എന്നേക്കുമായി വനത്തിൻ്റെ ഭാഗമാകും. പക്ഷേ ഇതിഹാസം ഇനിയും വളരുകയാണ്. ബാബായാഗ എന്ന രഹസ്യം ഇപ്പോൾ ഗ്രാമത്തിൻ്റെ ഓരോ ശ്വാസത്തിലും അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഗ്രാമത്തിലെ ഓരോ വീടിൻ്റെയും വാതിലുകൾ ഭയം കൊണ്ടടയ്ക്കപ്പെട്ട ആ തണുത്ത പുലർച്ചെ ഇവാൻ തൻ്റെ യാത്രയ്ക്കായി തയ്യാറെടുത്തു. പുറത്ത് ആകാശം മഞ്ഞും വെളിച്ചവും കലർന്ന ഒരു ചാരനിറത്തിലായിരുന്നു. മറ്റുള്ളവർ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കാടിൻ്റെ ഗർജനം കേൾക്കാതിരിക്കാൻ കാതുകൾ പൊത്തിപ്പിടിക്കുമ്പോൾ ഇവാൻ മാത്രം തൻ്റെ പഴയ കമ്പിളി ജാക്കറ്റ് മുറുക്കിയുടുത്തു. അവൻ്റെ പോക്കറ്റിൽ ആ ഇരുമ്പു തൂവൽ ഒരു കനൽ പോലെ ചൂടുള്ളതായിരുന്നു. ആ ചൂടാണ് അവനെ ആ തണുത്ത പ്രഭാതത്തിൽ പുറത്തിറങ്ങാൻ പ്രേരിപ്പിച്ചത്. അവൻ തൻ്റെ വീടിൻ്റെ പടികൾ പതുക്കെ ഇറങ്ങി. മഞ്ഞിൽ പതിയുന്ന അവൻ്റെ കാൽപ്പാടുകൾ ഗ്രാമത്തിലെ ഒരേ ഒരു ചലനമായിരുന്നു. അവൻ ആരും കാണാതെ കാടിൻ്റെ അതിരിലുള്ള ആ വലിയ കല്ലടയാളങ്ങളുടെ അടുത്തേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ അവനൊന്ന് തിരിഞ്ഞു നോക്കി. ഗ്രാമത്തിലെ വീടുകളിൽ നിന്നുയരുന്ന പുക ഇപ്പോൾ വളരെ നേർത്തതാണ്. വ്ലാഡിനെയും മറ്റു യാത്രക്കാരെയും വിഴുങ്ങിയ ആ വലിയ വായ തനിക്ക് മുന്നിലും തുറന്നിരിക്കുകയാണെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ ഇവാന്റെ ഹൃദയത്തിൽ ഭയത്തിന് സ്ഥാനമുണ്ടായിരുന്നില്ല. അതിനു പകരം കാലങ്ങളായി തൻ്റെ ഉള്ളിൽ വളർന്ന ഒരു വലിയ കൗതുകമായിരുന്നു അവനെ മുന്നോട്ട് നയിച്ചത്. അവൻ ആ കല്ലടയാളം മറികടന്നു. വനത്തിനുള്ളിലേക്ക് ആദ്യത്തെ ചുവട് വച്ചപ്പോൾ തന്നെ ചുറ്റുമുള്ള ലോകം മാറിപ്പോയതുപോലെ അവന് തോന്നി. ഗ്രാമത്തിലെ കാറ്റിൻ്റെ ശബ്ദം പെട്ടെന്ന് നിന്നു. പകരം മരങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന അതിഗംഭീരമായ ഒരു നിശബ്ദത അവനെ പൊതിഞ്ഞു. ആ നിശബ്ദതയ്ക്ക് ഒരു ഭാരമുണ്ടായിരുന്നു. വായുവിൽ പഴയ മരത്തോലിൻ്റെയും മഞ്ഞിൻ്റെയും മണം നിറഞ്ഞു നിന്നു. സൂര്യപ്രകാശം ആകാശത്തുയർന്നു നിന്നിരുന്നുവെങ്കിലും കാടിൻ്റെ ഉള്ളിലേക്ക് അത് വെറും മങ്ങിയ നൂലുകൾ പോലെ മാത്രമേ എത്തിയിരുന്നുള്ളൂ. ഇവാൻ മുന്നോട്ട് നടന്നു. ഓരോ മരവും ഒരു വലിയ കാവൽക്കാരനെ പോലെ അവനെ നിരീക്ഷിക്കുന്നതായി അവന് തോന്നി. പൈൻ മരങ്ങളുടെ ചില്ലകളിൽ നിന്ന് മഞ്ഞ് പതുക്കെ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. അതാരോ തന്നെ തൊടാൻ ശ്രമിക്കുന്നത് പോലെ ഇവാൻ അനുഭവപ്പെട്ടു. വനത്തിൻ്റെ ഓരോ കോണിലും ആയിരക്കണക്കിന് കണ്ണുകൾ തന്നെ നോക്കുന്നുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പക്ഷേ ആ കണ്ണുകൾ അവനെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. പകരം ആ ധീരനായ ആത്മാവ് ആരാണെന്ന് നോക്കി അത്ഭുതപ്പെടുകയായിരുന്നു. പലപ്പോഴും വഴി അപ്രത്യക്ഷമായി. മുന്നിൽ നിന്നിരുന്ന മരങ്ങൾ പെട്ടെന്ന് സ്ഥാനം മാറുന്നതുപോലെ തോന്നിപ്പിച്ചു. ഇവാൻ തൻ്റെ പോക്കറ്റിലെ ആ ഇരുമ്പു തൂവലിൽ അമർത്തിപ്പിടിച്ചു. അതവന് വഴി കാണിച്ചു കൊടുക്കുന്നതുപോലെ തോന്നി. തൂവൽ ചൂടുകൂടുമ്പോൾ അവനൊരു ദിശയിലേക്ക് നടക്കും. അത് തണുക്കുമ്പോൾ അവൻ വഴി മാറും. വ്ലാഡിനെ പോലെയുള്ള വേട്ടക്കാർക്ക് വഴി തെറ്റിയത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ അവന് മനസ്സിലായി. അവർ കാടിനെ കീഴ്പ്പെടുത്താനാണ് ശ്രമിച്ചത്. എന്നാൽ ഇവാൻ കാടിനോടിണങ്ങി നടക്കുകയായിരുന്നു. വനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്തോറും അന്തരീക്ഷത്തിന് ഒരു പുരാതനമായ ഗന്ധം വന്നു. അതൊരു പഴയ ഗ്രന്ഥശാലയിലെ താളുകളുടെ മണം പോലെയായിരുന്നു. കാറ്റിനിപ്പോൾ ഒരു മന്ത്രത്തിൻ്റെ താളമുണ്ട്. മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ അവൻ മഞ്ഞിൽ വിചിത്രമായ അടയാളങ്ങൾ കണ്ടു. പക്ഷികളുടേതല്ലാത്ത, എന്നാൽ മനുഷ്യൻ്റേതുമല്ലാത്ത വലിപ്പമുള്ള കാൽപ്പാടുകൾ. അവ അവനെ വനത്തിൻ്റെ ഹൃദയത്തിലേക്ക് നയിച്ചു. അവനൊരു വലിയ മലയിടുക്കിലെത്തി. അവിടെ വനത്തിൻ്റെ ഭാവം തികച്ചും വ്യത്യസ്തമായിരുന്നു. ആകാശത്തേക്ക് മുട്ടി നിൽക്കുന്ന ഭീമാകാരമായ പൈൻ മരങ്ങൾക്കിടയിൽ ഒരു വലിയ ശൂന്യത. ആ സ്ഥലത്തിൻ്റെ നടുവിൽ മഞ്ഞിൽ ഉറച്ചു നിൽക്കുന്ന ആ വിചിത്രമായ കാഴ്ച അവൻ കണ്ടു. അതൊരു പഴയ കുടിലായിരുന്നു. പക്ഷേ മുതിർന്നവർ പറഞ്ഞതുപോലെ അതൊരു സാധാരണ കുടിലല്ല. പുകമഞ്ഞിലൂടെ ഇവാൻ കണ്ടു. ആ കുടിലിന് താഴെയായി 2 കൂറ്റൻ കാലുകൾ. പച്ച നഖമുള്ള, വലിയ ചിറകുകൾ പോലെ തോന്നിക്കുന്ന രോമമുള്ള കോഴിക്കാലുകൾ. ആ കാലുകൾ മണ്ണിൽ ഉറച്ചു നിൽക്കുകയാണ്. വീടിൻ്റെ മുകൾ ഭാഗം പതുക്കെ ഒരു വശത്തേക്ക് തിരിയുന്നുണ്ടായിരുന്നു. ചിമ്മിനിയിൽ നിന്ന് കറുത്ത പുക ആകാശത്തേക്ക് ഉയരുന്നു. ആ വീടിൻ്റെ ജനാലകൾ 2 വലിയ കണ്ണുകൾ പോലെ തിളങ്ങി. ഇവാൻ ശ്വാസമടക്കി നോക്കി നിന്നു.
അവന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത ഭയവും വിസ്മയവും തോന്നി. ആ വീട് ജീവനുള്ള ഒന്നാണെന്ന് അവൻ ഉറപ്പായി. അത് മരങ്ങൾക്കിടയിൽ പതുക്കെ ആടുന്നുണ്ടായിരുന്നു. ബാബയാഗ ആ വീട്ടിനുള്ളിലുണ്ടാവുമോ? അതോ അവൾ തന്റെ ഉരലിലിരുന്ന് എവിടെയോ യാത്ര ചെയ്യുകയാണോ? അവൻ പതുക്കെ ആ കുടിലിനടുത്തേക്ക് നീങ്ങി. മഞ്ഞിൽ പതിയുന്ന അവന്റെ ഓരോ ചുവടും ആ നിശബ്ദതയിൽ വലിയ ശബ്ദമുണ്ടാക്കി. അവൻ ആ വീടിനു മുന്നിലെത്തി നിന്നു. മുത്തച്ഛൻ പറഞ്ഞ ആ മന്ത്രം അവന്റെ മനസ്സിൽ തെളിഞ്ഞുവന്നു. അവന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ ഉറക്കെ പറഞ്ഞു, "എന്റെ നേരെ തിരിയൂ, വനത്തിനു പുറം തിരിയൂ." ആ നിമിഷം വനം മുഴുവനൊന്നുലഞ്ഞു. മരച്ചില്ലകളിൽ നിന്ന് മഞ്ഞ് കൂട്ടത്തോടെ ഇവാന്റെ മേൽ വീണു. ആ കൂറ്റൻ കോഴിക്കാലുകൾ മണ്ണിൽ ആഴ്ന്നിറങ്ങി. വീട് സാവധാനം ഒരു താളത്തിൽ തിരിയാൻ തുടങ്ങി. വിചിത്രമായ ഒരു ശബ്ദം ആ മരത്തടികൾക്കിടയിൽ നിന്ന് പുറത്തുവന്നു. അവസാനം ആ വീടിന്റെ വാതിൽ ഇവാന് നേരെ വന്നു നിന്നു. വാതിൽ പതുക്കെ തുറന്നു. അതിനുള്ളിൽ നിന്ന് വല്ലാത്തൊരു വെളിച്ചം പുറത്തേക്കൊഴുകി. അത് തീയുടെ വെളിച്ചമല്ലായിരുന്നു, മറിച്ച് വനത്തിന്റെ ഉള്ളിലെ അജ്ഞാതമായ ഒരു ശക്തിയുടെ തിളക്കമായിരുന്നു. വാതിലിനു മുകളിൽ ഉണങ്ങിയ പുല്ലുകളും പഴയ അസ്ഥികളും തൂക്കിയിട്ടിരിക്കുന്നത് ഇവാൻ കണ്ടു. അവൻ വാതിൽപ്പടിയിൽ കൈവച്ചു. മരത്തിന് വല്ലാത്തൊരു ചൂടുണ്ടായിരുന്നു. അതൊരു മനുഷ്യന്റെ ശരീരത്തിന്റെ ചൂടുപോലെയാണ് ഇവാൻ അനുഭവപ്പെട്ടത്. അവൻ അകത്തേക്ക് കല്ലെടുത്തു. അവന്റെ പിന്നിൽ ആ വലിയ മരക്കാടുകൾ നിശബ്ദമായി കാത്തുനിന്നു. ഗ്രാമത്തിലെ ആ ചെറിയ കുട്ടി ഇപ്പോൾ ഐതിഹ്യങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അകത്തെല്ലാം നിശബ്ദമായിരുന്നു. പുറത്തെ തണുപ്പില്ലാത്ത സുഗന്ധമുള്ള ഒരു അന്തരീക്ഷം. പഴയ ഇലകളുടെയും തേനിന്റെയും മണം അവിടെ നിറഞ്ഞുനിന്നു. മുറിയുടെ നടുവിൽ ഒരു വലിയ അടുപ്പ് കത്തുന്നുണ്ടായിരുന്നു. ആ തീയുടെ വെളിച്ചത്തിൽ അവനൊരു രൂപം കണ്ടു. ഒരു വയോധിക. അവളൊരു വലിയ കസേരയിലിരുന്ന് പതുക്കെ ആടുകയായിരുന്നു. അവളുടെ മുടി വെള്ളി വെളിച്ചം പോലെ തിളങ്ങി. ബാബയാഗ. അവൾ പതുക്കെ തലയുയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ ഇവാൻ കണ്ട പച്ച വെളിച്ചം പോലെ മിന്നി. അവൾ ഒന്നും സംസാരിച്ചില്ല, പക്ഷേ അവളുടെ നോട്ടത്തിൽ ആയിരക്കണക്കിന് കഥകളുണ്ടായിരുന്നു. ഇവാൻ തന്റെ കയ്യിലിരുന്ന ഇരുമ്പ് തൂവൽ അവൾക്ക് നേരെ പിടിച്ചു. അവൾ പതുക്കെ ഒന്ന് ചിരിച്ചു. ആ ചിരി കാറ്റിൽ ഇലകൾ മറിയുന്നതുപോലെ ശാന്തമായിരുന്നു. പുറത്തു വനം ഇപ്പോഴും നിശബ്ദമാണ്. കാറ്റ് വീണ്ടും വീശാൻ തുടങ്ങി. ആ വിചിത്രമായ വീട് മഞ്ഞിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇവാൻ ആ നിഗൂഢമായ വയോധികയുടെ മുന്നിൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. മഞ്ഞ് പതുക്കെ വീണ്ടും പെയ്യാൻ തുടങ്ങി. ആ കാടിന്റെ ഹൃദയത്തിൽ മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ആ വീട്ടിൽ ഒരു പുതിയ കഥ ആരംഭിക്കുകയായിരുന്നു. ആ വാതിൽ പതുക്കെ അടഞ്ഞു. പുറത്തെ മഞ്ഞും തണുപ്പും ആ കനത്ത മരവാതിലിനപ്പുറത്തായി. അകത്ത് വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. പക്ഷേ അത് ശൂന്യമായ ഒന്നല്ല, മറിച്ച് എന്തൊക്കെയോ രഹസ്യങ്ങൾ മുറിക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഇവാന് തോന്നി. ആ മുറിക്ക് പുറത്തുനിന്നുള്ള വലുപ്പത്തേക്കാൾ കൂടുതൽ വിസ്താരമുണ്ടായിരുന്നു. ചുവരുകളിൽ ഉണങ്ങിയ ഔഷധ സസ്യങ്ങളും വിചിത്രമായ വേരുകളും പലതരം പക്ഷികളുടെ തൂവലുകളും തൂങ്ങിക്കിടന്നു. ആ മുറിയുടെ ഓരോ കോണിലും മങ്ങിയ വെളിച്ചം നൃത്തം ചെയ്തു. അടുപ്പിലെ തീ പതുക്കെ കത്തുന്നുണ്ടായിരുന്നു. ആ തീനാളങ്ങൾ ചുവപ്പല്ല, മറിച്ച് ഒരുതരം സ്വർണ്ണ നിറത്തിലാണ് ജ്വലിച്ചിരുന്നത്. മുറിയുടെ നടുവിൽ ആ വലിയ തടിക്കസേരയിലിരുന്ന വയോധിക. അവൾ പതുക്കെ അനങ്ങി. ഇവാൻ കണ്ടിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും പ്രായം ചെന്ന ഒരാളായിരുന്നു അവൾ. അവളുടെ മുഖത്തെ ചുളിവുകൾ ഒരു പഴയ മാപ്പിനെ പോലെ തോന്നിപ്പിച്ചു. ഓരോ ചുളിവിലും ഓരോ കഥകൾ ഒളിഞ്ഞിരിക്കുന്നതുപോലെ. അവളുടെ കണ്ണുകൾക്ക് നക്ഷത്രങ്ങളുടെ തിളക്കമുണ്ടായിരുന്നു. അവ ഇവാന്റെ ആത്മാവിനെ തുളച്ചു നോക്കുന്നതായി അവൻ അനുഭവപ്പെട്ടു. അവൾ പതുക്കെ തന്റെ വിരലുകൾ ചലിപ്പിച്ചു. ആ വിരലുകൾ നീണ്ടതും പക്ഷികളുടെ നഖങ്ങൾ പോലെ വളഞ്ഞതുമായിരുന്നു. "അവസാനം നീ വന്നുവല്ലേ ഇവാൻ?" അവളുടെ ശബ്ദം ഒരു പഴയ മന്ത്രം പോലെ മുഴങ്ങി. അത് വായുവിൽ തങ്ങി നിൽക്കുന്നത് പോലെ തോന്നി. വനത്തിലെ ഉണങ്ങിയ ഇലകൾ പരസ്പരം ഉരസുമ്പോൾ ഉണ്ടാകുന്ന അതേ മർമ്മരം ആ ശബ്ദത്തിലുണ്ടായിരുന്നു. ഇവാൻ വിറയ്ക്കുന്ന കൈകളോടെ ആ ഇരുമ്പ് തൂവൽ അവൾക്കു നേരെ പിടിച്ചു. ഇത് കാടിന്റെ അതിരിൽ നിന്നെനിക്ക് കിട്ടിയതാണ്. അങ്ങനെ വിളിക്കുകയാണെന്ന് എനിക്ക് തോന്നി." ബാബയാഗ പതുക്കെ ചിരിച്ചു. ആ ചിരി ഭയാനകമായിരുന്നുവെങ്കിലും അതിലൊരു വല്ലാത്ത ശാന്തതയുണ്ടായിരുന്നു. "കാട് ആരെയും വിളിക്കാറില്ല കുഞ്ഞേ. കാട് വഴികൾ കാണിച്ചു കൊടുക്കുക മാത്രമേ ഉള്ളൂ. അതിലൂടെ നടക്കണോ അതോ ഭയന്ന് പിന്മാറണോ എന്നത് ഓരോരുത്തരുടെയും തീരുമാനമാണ്. നീ ആ തൂവലെടുത്തപ്പോൾ തന്നെ നിന്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു." അവൾ പതുക്കെ എഴുന്നേറ്റു. അവൾക്ക് അസാധാരണമായ ഉയരമുണ്ടായിരുന്നു. അവൾ നടക്കുമ്പോൾ
ആ വീട് മുഴുവനൊന്ന് ഉലഞ്ഞു. ഇവാൻ പേടിയോടെ ആ വീടിന്റെ തറയിലേക്ക് നോക്കി. തടിപ്പലകകൾക്കിടയിലൂടെ ജീവനുള്ള എന്തോ ഒന്ന് ശ്വസിക്കുന്നത് പോലെ അവന് തോന്നി. ആ വലിയ കോഴിക്കാലുകൾ മഞ്ഞിൽ ചുവടുമാറ്റുന്നത് വീടിനുള്ളിൽ അനുഭവപ്പെട്ടു. "നീ എന്തിനാണ് ഇത്ര ദൂരം വന്നത്?" അവൾ ചോദിച്ചു. അവൾ ഒരു വലിയ മൺപാത്രത്തിൽ നിന്ന് എന്തോ ഒരു പാനീയം പകർന്നു. അതിന്റെ മണം വല്ലാത്തതായിരുന്നു. തേനിന്റെയും കാട്ടുപൂക്കളുടെയും ഒപ്പം അജ്ഞാതമായ വേരുകളുടെയും ഗന്ധം. "എനിക്ക് വ്ലാഡിനെ കണ്ടെത്തണം, ഞങ്ങളുടെ ഗ്രാമത്തിലെ വേട്ടക്കാരനെ. അവനെ ഈ കാടെടുത്തു എന്ന് എല്ലാവരും പറയുന്നു. എനിക്കവനെ തിരികെ വേണം," ഇവാൻ ധൈര്യം സംഭരിച്ചു പറഞ്ഞു. ബാബായാഗ ഇവാന്റെ അടുത്തേക്ക് നടന്നു വന്നു. അവളുടെ സാമീപ്യത്തിന് പഴയ മരത്തൊലിയുടെയും പുകയുടെയും മണമായിരുന്നു. അവൾ ഇവാന്റെ മുഖത്തേക്ക് തന്റെ തിളങ്ങുന്ന കണ്ണുകൾ ചേർത്തു പിടിച്ചു. "കാട് ആരെയും വെറുതെ എടുക്കാറില്ല കുഞ്ഞേ. കാട് വഴികൾ കാണിച്ചു കൊടുക്കുക മാത്രമേയുള്ളൂ. അതിലൂടെ നടക്കണോ അതോ ഭയന്ന് പിന്മാറണോ എന്നത് ഓരോരുത്തരുടെയും തീരുമാനമാണ്. നീ ആ തൂവലെടുത്തപ്പോൾ തന്നെ നിന്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. നിനക്കവനെ തിരികെ വേണമെങ്കിൽ നീയും പരീക്ഷിക്കപ്പെടണം. നീ തയ്യാറാണോ?" ഇവാൻ തലയാട്ടി. "നന്നായി," അവൾ പതുക്കെ മന്ത്രിച്ചു. "എങ്കിൽ എനിക്ക് 3 ചോദ്യങ്ങൾക്ക് മറുപടി നൽകൂ. ബുദ്ധി കൊണ്ടല്ല, നിന്റെ ഹൃദയം കൊണ്ട് വേണം ഉത്തരം പറയാൻ. ഉത്തരം തെറ്റിയാൽ നീയും ഈ വനത്തിലെ ഒരു മരമായി മാറും, വ്ലാഡിനെ പോലെ." ഇവാന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവൻ വ്ലാഡിനെക്കുറിച്ച് ഓർത്തു. അവൻ എവിടെയായിരിക്കും? ആ കാടിനുള്ളിലെ ഏത് മരമായാണ് അവൻ മാറിയത്? "ആദ്യത്തെ ചോദ്യം," ബാബായാഗ പറഞ്ഞു. "കാറ്റിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നതും എന്നാൽ ഒരിടത്തും എത്താത്തതുമായ ഒന്നുമില്ലാത്ത ഒരു കാര്യമെന്താണ്?" ഇവാൻ ചിന്തിച്ചു. കാറ്റിനേക്കാൾ വേഗത്തിൽ. അവൻ തന്റെ ഗ്രാമത്തിലെ ദിവസങ്ങൾ ഓർത്തു. താൻ ജനാലക്കലിരുന്ന് കാടിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന നിമിഷങ്ങൾ. അവൻ പതുക്കെ പറഞ്ഞു, "അത് മനുഷ്യന്റെ ചിന്തയാണ്. അത് നിമിഷനേരം കൊണ്ട് പ്രപഞ്ചത്തിന്റെ അറ്റത്തെത്തും. പക്ഷേ അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയായിരിക്കും." ബാബായാഗയുടെ കണ്ണുകളിൽ ഒരു മിന്നായം കണ്ടു. അവൾ പതുക്കെ തലയാട്ടി. "രണ്ടാമത്തെ ചോദ്യം. ഒരു മലയേക്കാൾ ഭാരമുള്ളതും എന്നാൽ ഒരു കുട്ടിയുടെ ഉള്ളിൽ പോലും ഒതുങ്ങുന്നതുമായ ഒന്നെന്താണ്?" ഇവാൻ തന്റെ ഉള്ളിലേക്ക് നോക്കി. താൻ ഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അനുഭവിച്ച ആ ഭാരത്തെക്കുറിച്ച് അവൻ ഓർത്തു. അതൊരു രഹസ്യമാണ്, അല്ലെങ്കിൽ ഒരു വലിയ സങ്കടം. അത് വഹിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യന് പോലും പ്രയാസമാണ്. പക്ഷേ ഒരു കുട്ടിക്കത് അവന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയും. ബാബായാഗ കുറച്ചുനേരം നിശബ്ദയായി നിന്നു. അടുപ്പിലെത്തി പതുക്കെ താഴ്ന്നു. പുറത്ത് കാറ്റ് വീശുന്ന ശബ്ദം മുറിക്കുള്ളിലേക്ക് അരിച്ചുകയറി. ആ വീട് വീണ്ടും പതുക്കെ തിരിയാൻ തുടങ്ങി. അവസാനത്തെ ചോദ്യം, അവൾ ഇവാന്റെ കൈകളിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു. അവളുടെ സ്പർശനം തണുത്തതായിരുന്നു, പക്ഷേ അതിലൊരു ജീവനുണ്ടായിരുന്നു. "ഈ കാടിന്റെ ഉടമസ്ഥൻ ആരാണ്? ഞാനാണോ അതോ ഈ മരങ്ങളാണോ അതോ ഇവിടെ വീഴുന്ന മഞ്ഞാണോ?" ഇവാൻ ജനാലയ്ക്ക് പുറത്തേക്ക് ഇരുട്ടിലേക്ക് നോക്കി. അവിടെ അനന്തമായി നീണ്ടുകിടക്കുന്ന വനം അവൻ കണ്ടു. അവൻ തന്റെ പോക്കറ്റിലെ ആ ഇരുമ്പു തൂവൽ ഒന്നുകൂടി തലോടി. "ഈ കാടിന് ഉടമസ്ഥരില്ല. കാട് അതിൻ്റെ തന്നെ ഉടമസ്ഥനാണ്. ഞങ്ങളെല്ലാവരും അതിലെ അതിഥികൾ മാത്രമാണ്. അങ്ങുപോലും ഈ കാടിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതാർക്കും സ്വന്തമാക്കാൻ കഴിയില്ല." ബാബായാഗ പെട്ടെന്ന് ഉറക്കെ ചിരിച്ചു. ആ ചിരി ആ വീടിന്റെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ആ ചിരിയിൽ ഭയമുണ്ടായിരുന്നില്ല, മറിച്ച് ഒരു വലിയ സംതൃപ്തിയായിരുന്നു. അവൾ തന്റെ കൈകൾ ഉയർത്തി. പെട്ടെന്ന് അടുപ്പിലെ തീ ആളിപ്പടർന്നു. "നീ സത്യം പറഞ്ഞു കുഞ്ഞേ. മനുഷ്യർ എപ്പോഴും എല്ലാറ്റിനെയും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് വഴിതെറ്റുന്നത്. നീ കാടിനെ മനസ്സിലാക്കിയിരിക്കുന്നു." അവൾ തന്റെ വലിയ മരപ്പെട്ടികളിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ ദീപമെടുത്തു. അതിനുള്ളിൽ ഒരു ചെറിയ വെളിച്ചം കത്തുന്നുണ്ടായിരുന്നു. "ഇതാ, ഇത് നിനക്കുള്ള പ്രതിഫലമാണ്. ഈ വെളിച്ചം നിന്നെ വ്ലാഡ് നിൽക്കുന്നിടത്തേക്ക് നയിക്കും. പക്ഷേ ഓർക്കുക, അവനെ കണ്ടുപിടിക്കുന്നത് എളുപ്പമായിരിക്കും, എന്നാൽ അവനെ തിരികെ കൊണ്ടുവരുന്നത് പ്രയാസകരമായിരിക്കും. അവൻ കാടിന്റെ സംഗീതത്തിൽ മയങ്ങിയിരിക്കുകയാണ്." ഇവാൻ ആ ദീപം കൈവാങ്ങി. അതിന്റെ വെളിച്ചം തന്റെ ഉള്ളിലെ ഇരുട്ടിനെ മാറ്റുന്നതായി അവന് തോന്നി. അവൾ ബാബായാഗയെ നോക്കി വന്ദിച്ചു. അവൾ വീണ്ടും തന്റെ കസേരയിലിരുന്ന് ആടാൻ തുടങ്ങി. അവളുടെ രൂപം പുകമഞ്ഞിൽ അലിയുന്നതുപോലെ ഇവാന് തോന്നി. "പോകൂ, സമയം അതിക്രമിച്ചിരിക്കുന്നു. കാട് നിനക്കായി വഴിയൊരുക്കിയിരിക്കുന്നു." ഇവാൻ ആ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. അവൻ പുറത്തിറങ്ങിയ ഉടനെ ആ വാതിൽ നിശബ്ദമായി അടഞ്ഞു.
അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വലിയ വീട് പതുക്കെ ഉയർന്നു നിൽക്കുന്നത് അവൻ കണ്ടു. ആ കോഴിക്കാലുകൾ മഞ്ഞിൽ പതുക്കെ ചുവടുമാറ്റി നീങ്ങുകയാണ്. വനത്തിനുള്ളിലെ മരങ്ങൾ ഇപ്പോൾ അവന് വഴി മാറിക്കൊടുത്തു. അവൻ്റെ കയ്യിലുള്ള ആ ചെറിയ ദീപം മരങ്ങൾക്കിടയിൽ ഒരു പുതിയ വഴി തെളിച്ചു. മഞ്ഞ് വീണ്ടും പെയ്യാൻ തുടങ്ങി. ഓരോ മഞ്ഞുതുള്ളിയും ബാബായാഗയുടെ ഒരു അനുഗ്രഹം പോലെ ഇവാന്റെ മേൽ പതിച്ചു. കാടിപ്പോൾ നിശബ്ദമല്ല, അത് അവനോട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മരങ്ങൾക്കിടയിലൂടെ കേൾക്കുന്ന ആ താഴ്ന്ന സംഗീതം വ്ലാഡിനടുത്തുള്ള വഴിയാണ്. ഇവാൻ ആ വെളിച്ചത്തെ പിന്തുടർന്നു. അടുപ്പിലെ തീയുടെ ചൂട് ഇനിയും അവൻ്റെ ഉള്ളിലുണ്ട്. ബാബായാഗയുടെ ആ നിഗൂഢമായ കണ്ണുകൾ അവനെ ഇപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. അവൾ ഒരു മന്ത്രവാദിനിയല്ല, അവൾ വനത്തിൻ്റെ ആത്മാവാണ്. തൻ്റെ പരീക്ഷണം അവൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ഇവാന്റെ ഊഴമാണ്. മരങ്ങൾക്കിടയിലൂടെ അവൻ മുന്നോട്ട് നടന്നു. ദൂരെ ഒരു മരത്തിന് ചുവട്ടിൽ ഒരാൾ ഇരിക്കുന്നത് അവൻ കണ്ടു. അത് വ്ലാഡാണോ, അതോ കാടൊരുക്കിയ മറ്റൊരു മായയാണോ? കാറ്റിൻ്റെ മർമ്മരം കാതുകളിൽ മുഴങ്ങി. രാത്രിയുടെ ആഴങ്ങളിലേക്ക് ഇവാൻ തൻ്റെ ദീപവുമായി യാത്ര തുടർന്നു. ആ ചെറിയ വെളിച്ചം അത് മരങ്ങൾക്കിടയിലൂടെ വിറച്ചുകൊണ്ടിരുന്നു. ഇവാന്റെ കയ്യിലിരുന്ന ആ ചിരാത് വെറുമൊരു വിളക്കായിരുന്നില്ല. അത് വനത്തിൻ്റെ ആത്മാവിൽ നിന്ന് കടമെടുത്ത ഒരു പ്രകാശ ബിന്ദുവാണെന്ന് അവന് തോന്നി. ആ വെളിച്ചം വീഴുന്നിടത്തെല്ലാം മഞ്ഞ് അലിഞ്ഞു മാറുന്നില്ല, മറിച്ച് അതൊരു സ്വർണ്ണ പാത പോലെ തെളിയുകയായിരുന്നു. ഇവാൻ ഓരോ ചുവടും ശ്രദ്ധിച്ചു വെച്ചു. അവൻ്റെ ഹൃദയം ഒരു മന്ത്രം പോലെ ബാബായാഗയുടെ പേര് ഉരുവിട്ടുകൊണ്ടിരുന്നു. അവൾ നൽകിയ ആ പരീക്ഷണങ്ങൾ തൻ്റെ ഉള്ളിലെ ഭയത്തെ പൂർണ്ണമായും കഴുകിക്കളഞ്ഞിരിക്കുന്നു. മുന്നിൽ കണ്ട ആ രൂപത്തിനടുത്തേക്ക് അവൻ സാവധാനം നടന്നു. ഒരു വലിയ പൈൻ മരത്തിൻ്റെ ചുവട്ടിൽ മഞ്ഞിൽ പൂണ്ടുപോയ നിലയിൽ ഒരാളിരിക്കുന്നു. അത് വ്ലാഡായിരുന്നു. പക്ഷെ ഇവാൻ കണ്ടിരുന്ന ആ കരുത്തനായ വേട്ടക്കാരനായിരുന്നില്ല അവനിപ്പോൾ. അവൻ്റെ കണ്ണുകൾ തുറന്നിരുന്നുവെങ്കിലും അവയിൽ ലോകത്തിൻ്റെ കാഴ്ചകളില്ലായിരുന്നു. അവ ഒഴിഞ്ഞുകിടന്നു. അവൻ്റെ ചുറ്റും നേർത്ത മഞ്ഞുപാളികൾ ഒരാവരണം പോലെ പൊതിഞ്ഞിരിക്കുന്നു. അവൻ ശ്വസിക്കുന്നുണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. അവൻ മരത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവാന് തോന്നി. അവൻ്റെ വിരലുകൾ മരത്തിൻ്റെ വേരുകളെപ്പോലെ മണ്ണിലേക്ക് ആഴ്ന്നു തുടങ്ങിയിരിക്കുന്നു. വ്ലാഡ്, ഇവാൻ പതുക്കെ വിളിച്ചു. ശബ്ദം കേട്ടിട്ടും വ്ലാഡ് അനങ്ങിയില്ല. അവൻ കാടിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന ഏതോ ഒരു സംഗീതത്തിൽ ലയിച്ചു നിൽക്കുകയായിരുന്നു. ഇവാൻ തൻ്റെ കയ്യിലിരുന്ന ദീപം വ്ലാഡിൻ്റെ മുഖത്തിന് നേരെ പിടിച്ചു. ആ വെളിച്ചം അവൻ്റെ കണ്ണുകളിൽ തട്ടിയപ്പോൾ അവയിലൊരു ചെറിയ ചലനമുണ്ടായി. അവൻ്റെ ചുണ്ടുകൾ വിറച്ചു. ആ സംഗീതം, അത് നീ കേൾക്കുന്നില്ലേ ഇവാൻ? വ്ലാഡ് മന്ത്രിച്ചു. അവൻ്റെ ശബ്ദം മരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റുപോലെ നേർത്തതായിരുന്നു. മരങ്ങൾ പാടുകയാണ്. അവരെന്നോടൊപ്പം വരാൻ പറയുന്നു. ഇവിടെ തണുപ്പില്ല, ഇവിടെ സങ്കടങ്ങളില്ല. ഇവാൻ വ്ലാഡിൻ്റെ തോളിൽ കൈവച്ചു. ആ സ്പർശനം മരത്തോല് പോലെ കടുപ്പമുള്ളതായിരുന്നു. വ്ലാഡ്, നമ്മൾ തിരിച്ചു പോകണം. ഗ്രാമത്തിൽ നിനക്കായി എല്ലാവരും കാത്തിരിക്കുന്നു. വ്ലാഡ് ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരു വല്ലാത്ത ശാന്തതയുണ്ടായിരുന്നു. ഗ്രാമമോ? അത് വെറുമൊരു സ്വപ്നമല്ലേ? ഈ കാടാണ് സത്യം. അവൾ ബാബായാഗ. അവൾ എന്നെ ഈ പാട്ട് പഠിപ്പിച്ചു. അവളൊരു രാക്ഷസിയല്ല ഇവാൻ. അവൾ ഈ വനത്തിൻ്റെ അമ്മയാണ്. നമ്മൾ അവളെ ഭയപ്പെട്ടത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ആ നിമിഷം ഇവാൻ ഒരു വലിയ സത്യം വെളിപ്പെട്ടു. അവൻ ചുറ്റും നോക്കി. മരങ്ങളിപ്പോൾ അവനെ പേടിപ്പെടുത്തുന്ന രൂപങ്ങളല്ല, അവ വനത്തിൻ്റെ കാവൽക്കാരാണ്. ഓരോ മരവും ഓരോ പഴയ ആത്മാവാണ്. ബാബായാഗ അവരെ സംരക്ഷിക്കുന്നു. മനുഷ്യർ കാടിനെ മുറിക്കാനും കീഴടക്കാനും വരുമ്പോൾ അവൾ അവരെ തടയുന്നു. ചിലരെ അവൾ ഇങ്ങോട്ട് വിളിക്കുന്നു. അവർക്ക് വനത്തിൻ്റെ രഹസ്യങ്ങൾ പകർന്നു നൽകുന്നു. വ്ലാഡ് ആ രഹസ്യത്തിൻ്റെ വശീകരണത്തിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു. അവൻ കാടിനെ സ്നേഹിച്ചു തുടങ്ങിയതുകൊണ്ടാണ് അവന് തിരിച്ചു വരാൻ കഴിയാത്തത്. ബാബായാഗ വെറുമൊരു മന്ത്രവാദിനിയല്ല. അവൾ പ്രകൃതിയുടെ ആദിയും അന്തവുമാണ്. ജീർണതയിൽ നിന്ന് പുതിയ ജീവൻ മുളപ്പിക്കുന്നത് അവളാണ്. മഞ്ഞുകാലത്ത് മരങ്ങളെ ഉറക്കുന്നതും വസന്തത്തിൽ അവയെ ഉണർത്തുന്നതും അവളുടെ വിരലുകളാണ്. അവൾ വനത്തിൻ്റെ ഹൃദയമിടിപ്പാണ്. അവൾ പരുഷമായി പെരുമാറുന്നത് പ്രകൃതിക്ക് നിയമങ്ങളില്ലാത്തതുകൊണ്ടാണ്. അവിടെ നീതിയുണ്ട്, പക്ഷേ ദയയില്ല. ഇതാണ് രഹസ്യം, ഇവാൻ സ്വയം മന്ത്രിച്ചു. അവൾ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നില്ല. അവൾ നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മൾ ഈ ലോകത്തിന് അർഹരാണോ എന്ന് നോക്കാനാണ്. ഇവാൻ വ്ലാഡിൻ്റെ കൈ പിടിച്ചു. ആ ഇരുമ്പ് തൂവൽ അവൻ വ്ലാഡിൻ്റെ കൈവെള്ളയിൽ വെച്ചു. ആ തൂവലിൽ നിന്നുള്ള ചൂട് വ്ലാഡിൻ്റെ ശരീരത്തിലേക്ക് പടരാൻ തുടങ്ങി. അവൻ്റെ ശരീരത്തെ പൊതിഞ്ഞിരുന്ന മഞ്ഞുപാളികൾ പതുക്കെ ഉരുകാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകളിലെ ശൂന്യത മാറി. അവിടെ
പഴയ വേട്ടക്കാരന്റെ തിളക്കം തിരിച്ചു വന്നു. നമുക്ക് പോകാം വ്ലാഡ്. കാടിന്റെ രഹസ്യം നീ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ആ അറിവുമായി നമുക്ക് ഗ്രാമത്തിലേക്ക് മടങ്ങണം. വനം എന്നേക്കുമായി നമ്മെ വിഴുങ്ങാൻ പാടില്ല. നമ്മൾ അതിന്റെ കഥകൾ ലോകത്തോട് പറയേണ്ടവരാണ്. വ്ലാഡ് പതുക്കെ എഴുന്നേറ്റു. അവന്റെ കാലുകൾക്ക് ആദ്യം ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഇവാന്റെ കയ്യിലിരുന്ന ആ വെളിച്ചം അവന് കരുത്ത് നൽകി. വനം അവർക്ക് മുന്നിൽ പതുക്കെ വഴിമാറിക്കൊടുത്തു. മരങ്ങൾ പരസ്പരം അകന്നു നിന്നു. കാറ്റ് അവർക്ക് പിന്നിൽ നിന്ന് വീശി അവരെ ഗ്രാമത്തിലേക്ക് തള്ളിവിടുന്നതുപോലെ. അവർ നടക്കുമ്പോൾ ദൂരെ ആ വിചിത്രമായ വീട് നിൽക്കുന്നത് ഇവാൻ കണ്ടു. അതിപ്പോൾ തിരിയുന്നില്ല. അത് നിശബ്ദമായി അവരെ നോക്കി നിൽക്കുകയാണ്. ബാബായാഗ ആ ജനാലയ്ക്കലുണ്ടെന്ന് ഇവാൻ ഉറപ്പിച്ചു. അവൾ അവനെ നോക്കി പതുക്കെ കൈവീശിയോ? അതോ അത് കാട്ടിലാടിയ ഒരു മരക്കൊമ്പായിരുന്നു? വനത്തിന്റെ ഹൃദയം ഇപ്പോൾ ഇവാൻ അറിയാം. അത് ഇരുണ്ടതല്ല, അത് അറിവിന്റെ പ്രകാശത്താൽ നിറഞ്ഞതാണ്. ഭയം മാറുമ്പോൾ അവിടെ സൗന്ദര്യം തെളിയുന്നു. ബാബായാഗ എന്ന കാവൽക്കാരി തന്റെ കടമ പൂർത്തിയാക്കിയിരിക്കുന്നു. അവൾ ഒരു കുട്ടിയെ ജ്ഞാനിയാക്കി മാറ്റിയിരിക്കുന്നു. ഒരു വേട്ടക്കാരനെ പ്രകൃതിയുടെ ആത്മാവിനെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നു. അവർ വനത്തിന്റെ അതിരിലെത്തുമ്പോൾ സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയിരുന്നു. മഞ്ഞിൽ സൂര്യപ്രകാശം തട്ടി പ്രതിഫലിക്കുമ്പോൾ വനമൊരു സ്വർണ്ണ കൊട്ടാരം പോലെ തിളങ്ങി. ഇവാൻ തന്റെ പോക്കറ്റിലെ ആ ഇരുമ്പ് തൂവൽ വനത്തിലേക്ക് തന്നെ എറിഞ്ഞു. അത് മഞ്ഞിൽ വീണ നിമിഷം അപ്രത്യക്ഷമായി. അത് വനത്തിൻ്റേതായിരുന്നു. അത് വനത്തിൽ തന്നെ ഇരിക്കട്ടെ. ഗ്രാമത്തിലെ വീടുകൾ ദൂരെ കാണാൻ തുടങ്ങി. വ്ലാഡ് ഇവാന്റെ തോളിൽ കൈയിട്ടു. അവനൊന്നും സംസാരിച്ചില്ല. പക്ഷേ അവന്റെ കണ്ണുകളിൽ ബാബായാഗയോടുള്ള ആ വലിയ ബഹുമാനം ഇവാന് കാണാമായിരുന്നു. അവർ രണ്ടുപേരും മാറിയിരിക്കുന്നു. തിരിച്ചു പോകുന്നത് ആ പഴയ കുട്ടിയല്ല, മറിച്ച് കാടിന്റെ രഹസ്യങ്ങൾ ഹൃദയത്തിൽ മേറുന്ന ഒരു പുതിയ മനുഷ്യനാണ്. കാടവർക്ക് പിന്നിൽ നിശബ്ദമായി. മരങ്ങൾ വീണ്ടും ഒരു മതിൽ പോലെ അണിനിരുന്നു. ഗ്രാമവാസികൾ ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. ചിമ്മിനികളിൽ നിന്ന് പുകയുയരുന്നുണ്ട്. അവർക്ക് വ്ലാഡിന്റെ തിരിച്ചുവരവ് ഒരു അത്ഭുതമായിരിക്കും. പക്ഷേ ഇവാന് അത് പ്രകൃതിയുടെ ഒരു വലിയ വെളിപാടായിരുന്നു. ബാബായാഗ ഇപ്പോഴും അവിടെയുണ്ട്. തന്റെ കോഴിക്കാലുകളിൽ നിൽക്കുന്ന വീട്ടിലിരുന്ന് അവൾ കാറ്റുകളെ നിരീക്ഷിക്കുന്നു. അവൾ ഇനിയും ആരെങ്കിലും പരീക്ഷിച്ചേക്കാം, ഇനിയും കടങ്കഥകൾ ചോദിച്ചേക്കാം. പക്ഷേ ഇവാൻ ഇനി അവളെ ഭയപ്പെടില്ല. അവൾ കാടിന്റെ കാവൽക്കാരിയാണ്. അവൾ ഈ ലോകത്തിന്റെ താളമാണ്. മഞ്ഞു പെയ്യുന്നത് നിലച്ചിരിക്കുന്നു. വായുവിൽ വല്ലാത്ത ഒരു ശാന്തത. ഇവാൻ ഗ്രാമത്തിന്റെ മണ്ണിലേക്ക് കാലെടുത്തു വെച്ചു. അവന്റെ പിന്നിൽ വനം അതിന്റെ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിശബ്ദമായി നിന്നു. രാത്രിയുടെ ആഴങ്ങളിൽ ഇവാൻ ഇനിയും ആ ടപ്പ ശബ്ദത്തിനായി കാതോർക്കും. അത് ഭയപ്പെടുത്തുന്ന ഒന്നല്ല, മറിച്ച് താൻ ഈ ലോകത്ത് ഒറ്റയ്ക്കല്ല എന്നതിൻ്റെ അടയാളമായിരിക്കും. വനം അവിടെയുണ്ട്, അവൾ അവിടെയുണ്ട്. ആ അവസാനത്തെ സത്യം മനസ്സിലാക്കി ഇവാൻ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. സൂര്യപ്രകാശം ഗ്രാമത്തിന്റെ മുകളിൽ സ്വർണ്ണനൂലുകൾ പോലെ പടർന്നുകൊണ്ടിരുന്നു. മഞ്ഞിൽ തട്ടി പ്രതിഫലിക്കുന്ന ആ വെളിച്ചത്തിന് പുതിയൊരു ജീവന്റെ തിളക്കമുണ്ടായിരുന്നു. ഇവാനും വ്ലാഡും ആ പഴയ മരവാതിലുകൾക്കരികിലെത്തിയപ്പോൾ ഗ്രാമം മുഴുവൻ അവിടെ സ്തംഭിച്ചു നിന്നു. മരിച്ചുപോയെന്ന് കരുതിയവർ വനത്തിന്റെ ആഴങ്ങളിൽ നിന്ന് തിരികെ വന്നിരിക്കുന്നു. പക്ഷെ തിരിച്ചു വന്നത് പഴയ ആ മനുഷ്യരായിരുന്നില്ല. അവരുടെ കണ്ണുകളിൽ വനത്തിന്റെ നിഗൂഢതയും ബാബയാഗയുടെ പച്ച വെളിച്ചത്തിന്റെ മിന്നലാട്ടങ്ങളും അവശേഷിച്ചിരുന്നു. ഗ്രാമവാസികൾ അവർക്ക് ചുറ്റും കൂടി. ചോദ്യങ്ങൾ അനേകമായിരുന്നു. അവളെ കണ്ടോ? ആ വീട് സത്യമാണോ? വ്ലാഡ്, നീ എങ്ങനെ രക്ഷപ്പെട്ടു? എന്നാൽ വ്ലാഡ് ഒന്നും സംസാരിച്ചില്ല. അവൻ നേരെ തന്റെ വീട്ടിലേക്ക് നടന്നു. അവന്റെ നടത്തത്തിൽ ഒരു പുതിയ താളമുണ്ടായിരുന്നു. കാറ്റിലാടുന്ന മരങ്ങളുടെ അതേ താളം. ഇവാൻ മാത്രം ഗ്രാമത്തിന്റെ നടുമുറ്റത്ത് നിന്നു. അവൻ തന്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി. വനത്തിൽ നിന്ന് വീശുന്ന ആ തണുത്ത കാറ്റിനെ നെഞ്ചേറ്റി. ആ കാറ്റ് അവനോട് ഇനിയും സംസാരിക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഋതുക്കൾ മാറിമറിഞ്ഞു. കഠിനമായ ശൈത്യകാലങ്ങൾ വന്നു. പിന്നാലെ മഞ്ഞളിഞ്ഞ് വസന്തത്തിന്റെ പച്ചപ്പുകൾ കാടിനെ പൊതിഞ്ഞു. ഗ്രാമത്തിലെ പഴയ തലമുറ ഓരോരുത്തരായി വിട പറഞ്ഞു. മുത്തച്ഛനും ആ സഞ്ചാരിയും വ്ലാഡുമെല്ലാം കാലത്തിന്റെ തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞു. ഗ്രാമം വലുതായി. പുതിയ വീടുകൾ ഉയർന്നു. പക്ഷേ വനം മാത്രം മാറ്റമില്ലാതെ നിന്നു. അതിപ്പോഴും ആ പഴയ രഹസ്യങ്ങളെ തന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇവാൻ ഇപ്പോൾ ഗ്രാമത്തിലെ ഏറ്റവും പ്രായം ചെന്ന കാരണവരാണ്. അവന്റെ മുടി ഇപ്പോൾ ബാബയാഗിയുടെ മുടി പോലെ വെള്ളി നിറത്തിൽ തിളങ്ങുന്നു. അവൻ ഓരോ രാത്രിയും തന്റെ വീടിനു മുന്നിലെ അടുപ്പിനരികിലിരിക്കും. അവനു ചുറ്റും ഗ്രാമത്തിലെ കുട്ടികൾ കൂടും. അവർക്ക് കേൾക്കേണ്ടത് ഒരേയൊരു കഥയാണ്. മഞ്ഞു മൂടിയ കാട്ടിനുള്ളിലെ ആ വിചിത്രമായ വീടിന്റെയും കോഴിക്കാലുകളിൽ നിൽക്കുന്ന വയോധികയുടെയും കഥ. ഇവാൻ തന്റെ പുടക്കുഴൽ പതുക്കെ വലിച്ചുകൊണ്ട് കാടിന്റെ അറ്റത്തേക്ക് നോക്കും. അവൾ അവിടെയുണ്ട്. അവൻ പതുക്കെ മന്ത്രിക്കും.
അവൻ്റെ ശബ്ദം ഒരു താരാട്ടുപാട്ട് പോലെ ശാന്തമാണ്. അവൾ ആരെയും ഉപദ്രവിക്കുന്നില്ല. അവൾ കാടിനെ സംരക്ഷിക്കുകയാണ്. നമ്മൾ പ്രകൃതിയെ ബഹുമാനിക്കാൻ പഠിക്കുമ്പോൾ അവൾ നമുക്ക് വഴികാട്ടിയാകും. എന്നാൽ നമ്മൾ അഹങ്കാരത്തോടെ കാട്ടിലേക്ക് കയറിയാൽ അവൾ നമുക്ക് മുന്നിൽ കടങ്കഥകൾ നിരത്തും. കുട്ടികൾ വിസ്മയത്തോടെ ആ കാട്ടിലേക്ക് നോക്കും. ഇപ്പോൾ അവർക്ക് ആ കാട്ടിനെ പേടിയില്ല. ഇവാൻ പഠിപ്പിച്ചു കൊടുത്തത് ഭയമല്ല, മറിച്ച് ബഹുമാനമാണ്. കാടൊരു ശത്രുവല്ലെന്നും അതൊരു വലിയ ആത്മാവാണെന്നും അവർ മനസ്സിലാക്കി. എങ്കിലും സൂര്യൻ അസ്തമിക്കുമ്പോൾ അവർ ഇന്നും പരസ്പരം മന്ത്രിക്കും. ബാബയാഗ വരുന്നുണ്ടാകുമോ? ചില രാത്രികളിൽ കനത്ത മഞ്ഞ് വീഴുമ്പോൾ ഗ്രാമത്തിലെ പുതിയ തലമുറയിലുള്ളവർ വിചിത്രമായ കാഴ്ചകൾ കാണാറുണ്ട്. ദൂരെ മരങ്ങൾക്കിടയിൽ ഒരു വലിയ നിഴൽ പതുക്കെ തിരിയുന്നത് അവർ കാണും. 2 കൂറ്റൻ കോഴിക്കാലുകൾ മഞ്ഞിൽ അമരുന്ന ശബ്ദം അവർ കേൾക്കും. ചിലപ്പോൾ കാറ്റിലൂടെ ഒരു പഴയ സ്ത്രീയുടെ പൊട്ടിച്ചിരി ഒഴുകി വരും. ആ ചിരിയിൽ പരിഹാസമില്ല, മറിച്ച് ഒരു വലിയ സത്യം മനസ്സിലാക്കിയവന്റെ ആത്മസംതൃപ്തിയേയുള്ളൂ. യാത്രക്കാർ ഇപ്പോഴും ആ വനപ്പാതയിലൂടെ കടന്നു പോകാറുണ്ട്. അവരിൽ ചിലർ പറയുന്നു മരങ്ങൾക്കിടയിൽ ഒരു മഞ്ഞ വെളിച്ചം കണ്ടുവെന്ന്. മറ്റു ചിലർ പറയുന്നു ഒരു വലിയ മരയുരൽ ആകാശത്തൂടെ പറക്കുന്നത് കണ്ടുവെന്ന്. പക്ഷെ ആരും ആ രഹസ്യത്തിന്റെ ഉള്ളിലേക്ക് പോകാൻ ധൈര്യപ്പെടാറില്ല. കാരണം ബാബയാഗയുടെ പരീക്ഷണം എല്ലാവർക്കും അതിജീവിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. കാടിന്നും നിഗൂഢമാണ്. പൈൻ മരങ്ങൾ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി നിൽക്കുന്നു. ആ ചില്ലകൾക്കിടയിലൂടെ കാറ്റ് വീശുമ്പോൾ അത് വനത്തിന്റെ പഴയ കഥകൾ പാടിക്കൊണ്ടിരിക്കുന്നു. മഞ്ഞ് പതുക്കെ വീടുകളെ മൂടുന്നു. ഗ്രാമത്തിലെ വിളക്കുകൾ ഓരോന്നായി അണയുന്നു. പക്ഷെ വനത്തിന്റെ ഉള്ളിൽ ആ വിചിത്രമായ വീടിന്റെ ജനാലകളിൽ ഇന്നും ഒരു വെളിച്ചം കത്തുന്നുണ്ടാകും. ബാബയാകെ അവിടെയുണ്ട്. തന്റെ വലിയ അടുപ്പിന് മുന്നിലിരുന്ന് അവൾ പുതിയ കടങ്കഥകൾ മെനയുകയായിരിക്കും. അവളുടെ ചൂൽ മഞ്ഞിലെ അടയാളങ്ങൾ മായ്ച്ചുകൊണ്ടിരിക്കും. അവൾ കാത്തിരിക്കുകയാണ്, അടുത്ത ധീരനായ ആത്മാവിനായി, അടുത്ത പരീക്ഷണത്തിനായി, അടുത്ത ഇതിഹാസത്തിനായി. കാലം എത്ര കഴിഞ്ഞാലും ഗ്രാമങ്ങൾ എത്ര മാറിയാലും ആ പഴയ കാട് അതിൻ്റെ രഹസ്യങ്ങൾ കൈവിടില്ല. ബാബയാഗ എന്ന പേര് ഒരു കാറ്റായും ഒരു മഞ്ഞായും ഒരു നിഴലായും അവിടെ തന്നെ അവശേഷിക്കും. ഐതിഹ്യങ്ങൾ അവസാനിക്കുന്നില്ല, അവ പുതിയ രൂപങ്ങൾ പ്രാപിക്കുന്നുവെന്ന് മാത്രം. രാത്രിയുടെ നിശബ്ദതയിൽ മരങ്ങൾക്കിടയിലൂടെ വീണ്ടും ആ ടപ്പ ടപ്പ ശബ്ദം കേൾക്കാം. അത് വനത്തിൻ്റെ ഹൃദയമിടിപ്പാണ്. ബാബയാഗ തൻ്റെ വീടിനെ തിരിക്കുകയാണ്. അവൾ ലോകത്തെ നിരീക്ഷിക്കുകയാണ്. അവൾ ഇന്നും അവിടെ കാത്തിരിക്കുന്നു. മഞ്ഞു വീണുകൊണ്ടിരുന്നു. കാട് നിശബ്ദമായി. ആ ഇതിഹാസം ഇന്നും ജീവിക്കുന്നു. ചുറ്റും മുഴുവൻ നിശബ്ദത. ദൂരെ ഒരിടത്ത് ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് പതുക്കെ കുലുങ്ങുന്ന ശബ്ദം മാത്രം. ബാബയാഗ ഇപ്പോഴും കാത്തിരിക്കുന്നു.